കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. MCPF-ന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷൻ യോഗത്തിൽ ഇന്നേ ദിവസം രാത്രിയിൽ കർത്താവിൻ്റെ വചനം സംസാരിക്കുവാനായി എനിക്ക് ലഭിക്കുന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഓരോ പ്രാവശ്യവും ദൈവ സന്നിധിയിൽ നമ്മൾ കൂടി വരുമ്പോൾ എപ്പോഴത്തെയും എൻ്റെ പ്രാർത്ഥന കർത്താവിൻ്റെ വചനം ഓരോ സാഹചര്യങ്ങളിലേക്കും ഓരോ മീറ്റിങ്ങിലേക്കും ലഭിക്കണം എന്നുള്ളത് ഒരു വലിയ പ്രാർത്ഥനയാണ്. പണ്ട് ഇങ്ങനെ ഒരു കേൾവിയുണ്ട്, മീഡിയ വന്നതോടെ പാസ്റ്റേഴ്സിന്, പ്രഭാഷകർക്കൊക്കെ പുതിയ പുതിയ പ്രസംഗങ്ങൾ ഉണ്ടാക്കിയേ തീരൂ. കാരണം ഒരിടത്ത് പ്രസംഗിക്കുന്നത് നമ്മൾ അടുത്തടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളെക്കാട്ടിൽ വേഗത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞു. ഇന്നലെ പാസ്റ്റർ ഇതായിരുന്നു പ്രസംഗിച്ചതല്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം കേട്ടായിരുന്നു പാസ്റ്ററെ. അങ്ങനെ ഒരു പ്രത്യേക കാലത്തിൽ മീഡിയയെ ഭയന്നുകൊണ്ടല്ല, മറിച്ച് എല്ലാ മീറ്റിങ്ങിനും ദൈവത്തിനൊരു ഉദ്ദേശമുള്ളത് കൊണ്ട് ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ച ഒരു പ്രസംഗം വീണ്ടും ഒരിടത്ത് പ്രസംഗിക്കുന്നത് തെറ്റാ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ചില സന്ദർഭങ്ങളിൽ ദൈവം ഒരു കാലഘട്ടത്തേക്കൊരു ദൂത് ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു എന്ന് വരാം. അനേക വേദികളിൽ അത് പ്രസംഗിച്ചു എന്ന് വരാം. എന്നാൽ ഓരോ പ്രാവശ്യവും ഓരോ ദേശത്തേക്ക് പോകുമ്പോൾ പ്രത്യേകമായ ദൈവത്തിൻ്റെ നിയോഗം തിരിച്ചറിയണമെന്നുള്ളത് എൻ്റെ ഉള്ളിലെ ഒരു വലിയ ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്. എന്നാൽ പലപ്പോഴും ഈ തിരക്കുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ കൂടുതൽ സമയം എലാബറേറ്റ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാനോ ഒന്നും ലഭിക്കാതെ വരുന്ന സമയത്തും ഒരു സ്പാർക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ഒരു ദൂത് പ്രാപിക്കണമെന്നുള്ളത് വലിയ കൊതിയും വാഞ്ചയുമാണ്. അങ്ങനെ ഈ ദിവസത്തെ മീറ്റിങ്ങിനായി ദൈവസന്നിധിയിൽ സമയങ്ങൾ ചെലവഴിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രത്യേക വേദഭാഗം എൻ്റെ ഉള്ളിൽ കർത്താവ് പ്രകാശിപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബൈബിൾ തുറന്ന് 2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാനായി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 4, 5, 6 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ, ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആ വാക്കുകൾ വായിക്കാൻ പോവുകയാണ്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. 5-ാം വാക്യം, ഞങ്ങളെ തന്നെ അല്ല ക്രിസ്തുവേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. 6-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിത അനുഭവങ്ങൾ, മാനസാന്തരം, ശുശ്രൂഷ, സ്ഥാപിച്ച സഭകൾ, എഴുതിയ ലേഖനങ്ങൾ, ഇതിനെക്കുറിച്ച് സവിസ്തരമായ ഒരു വിചിന്തനത്തിന് ഇന്ന് രാത്രിയിൽ സമയമില്ല. എന്നാൽ ചില വാക്കുകളിൽ ഈ എഴുതിയ ആളിൻ്റെ ജീവിത അനുഭവങ്ങൾ ഒന്ന് കമ്പിവാചകങ്ങളിൽ പറഞ്ഞു വിട്ടിട്ട് ഈ വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. തൻ്റെ ആദ്യത്തെ 28-30 വർഷം യഹൂദ മതത്തിൽ ആഴ്ന്നിറങ്ങി ഒരു നല്ല സ്റ്റുഡൻ്റായി
യഹൂദ മതത്തിൽ ഗലാത്യ ലേഖനം 1:14 അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവരെക്കാട്ടിൽ ഒരല്പം മുമ്പിൽ പഠനത്തോടുള്ള ബന്ധത്തിൽ, ന്യായപ്രമാണത്തിലെ നീതിയോടുള്ള ബന്ധത്തിൽ, ശുഷ്കാന്തിയോടുള്ള ബന്ധത്തിലൊക്കെ മുന്നിട്ട് നടന്ന ഈ അപ്പോസ്തലൻ തന്റെ ജീവിതത്തിൽ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിലാണ് ആ വലിയ കൺവേർഷൻ, ചിലർ അതിനെ വിളിക്കുന്നത് കോൾ എന്നാണ്. കാരണം കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഒരു ദേവനിൽ നിന്നും വേറൊരു ദേവനിലേക്കുള്ള തിരിവല്ല. താൻ അപ്പോസ്തലപ്രവൃത്തി 9 മുമ്പും ദൈവത്തെയാണ് നോക്കുന്നത്, അത് കഴിഞ്ഞും അതേ ദിശയിലേക്കാണ് നോക്കുന്നത്. പക്ഷേ യേശു ദൈവമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വലിയ അനുഭവം അപ്പോസ്തലപ്രവൃത്തി 9 തനിക്കുണ്ടായി. തൻ്റെ പഴയ നിയമ വായനകളൊക്കെ മാറി കണ്ണിൽ നിന്ന് തിമിരം പോലെ താഴെ വീണ് ഒരു പുതിയ വായന തനിക്കുണ്ടായി. തന്നെ അതിശക്തമായി ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് പ്രവർത്തികളുടെ പുസ്തകം 13-ാമത്തെ അധ്യായം മുതൽ 1-ാമത്തെ മിഷണറി യാത്രയും അതിനുശേഷം 2-ാമത്തെ മിഷണറി യാത്ര 16-ാമത്തെ അധ്യായം മുതൽ പിന്നീട് 3-ാമത്തെ മിഷണറി യാത്ര ഏകദേശം 13-15 സഭകൾ സ്ഥാപിച്ചു. എത്രയോ മൈലുകൾ കപ്പലിലൂടെയും കുതിരയിലും ഒക്കെ സഞ്ചരിച്ച് 30 വർഷം അസാധാരണമായ ഒരു അപ്പോസ്തോലിക ശുശ്രൂഷ നിർവഹിച്ച കർത്താവിന്റെ ദാസൻ. എന്നാൽ തൻ്റെ ജീവിതത്തിലേക്ക് സൂക്ഷ്മമായി ഒന്ന് ഒരു ലെൻസ് സൂം ചെയ്യുന്നത് പോലെ ഈ കൊരിന്ത് ലേഖനങ്ങൾ, 1 കൊരിന്ത്യ ലേഖനവും 2 കൊരിന്ത്യ ലേഖനവും സൂക്ഷ്മമായി നോക്കുമ്പോൾ ഒരു വശത്ത് നിന്നുകൊണ്ട് നമുക്ക് പറയാം, ഹി ഈസ് എ ഗ്രേറ്റ് അപ്പോസ്റ്റൽ, അസാധാരണമായ അത്ഭുതങ്ങൾ ചെയ്ത, അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്ത അഭിഷക്തനായ പൗലോസ് എന്ന് പറയുമ്പോൾ തന്നെ വായന ശ്രദ്ധാപൂർവമാകുമ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തി, നിങ്ങളെയും ആശ്ചര്യപ്പെടുത്തട്ടെ. തൻ്റെ ജീവിതം മുഴുവൻ, തൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പാനീയ യാഗമായി ഞാൻ ഒഴുക്കപ്പെടുന്നു എന്ന് വിളിച്ചു പറയുന്ന ഈ കർത്താവിന്റെ ദാസന് നേരെ എതിരെ താൻ സ്ഥാപിച്ച സഭകളിൽ 1 2 വിവിധ വാക്യങ്ങളിലൂടെ വലിയ തിരമാല പോലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നുവെന്നും ഈ 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായത്തിലെ ഈ വാക്യങ്ങളുടെ പശ്ചാത്തലം തനിക്ക് നേരെ ഉയർന്ന അക്യൂസേഷൻ, ആരോപണങ്ങൾക്ക് മറുപടി പറയുവാൻ ദൈവാത്മാവിൽ നിറയപ്പെട്ട് ആത്മനിറവോടെ അഭിഷക്തൻ പ്രതികരിക്കുന്നതാണ് ഈ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരു നിമിഷം ഈ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം വിളിച്ചവരെ, വേർതിരിച്ചവരെ പലപ്പോഴും ചിന്തിക്കുന്നത് യാതൊരു പ്രതിസന്ധിയുമില്ലാതെ വിസ്തീർണമായ ഒരു വഴിയിൽ, പൂക്കൾ വിരിച്ചൊരു വഴിയിലൂടെ നടന്നു പോകുന്നതാ ക്രിസ്തീയ ജീവിതമെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും കേൾക്കണം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യാതൊരു പ്രശ്നവുമില്ലാതെ, സങ്കീർണതകളൊന്നുമില്ലാതെ മുന്നിട്ട് പോകുന്നൊരു യാത്രയല്ല അത്. ജീവിതത്തിന്റെ ഓരോ സന്ധ്യകളിലും ഓരോ ചുവടുകളിലും ചോദ്യചിഹ്നങ്ങളും സംശയങ്ങളും നിരുത്സാഹങ്ങളും വരുത്തി ശത്രുവായവൻ നമ്മളെ താഴെയിടാൻ നോക്കുമ്പോ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പതറിപ്പോകാതെ, നിർമൂലമായി പോകാതെ, തകർന്നടിയാതെ ആത്മനിറവോടെ എഴുന്നേറ്റ് നിന്ന് അനുദിനവും പ്രാണപ്രിയന്റെ മുഖം നോക്കി, നിത്യത നോക്കി പതറാതെ മുൻപോട്ട് പോകുന്നതാണെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഹല്ലേലൂയ പറയാൻ ഇതിനകത്ത് എത്ര പേരുണ്ട്? ഇന്നൊക്കെ സുവിശേഷത്തെ വിളമ്പുന്നത് ബാബാ ഒരു പ്രശ്നവും ഇനി ഉണ്ടാകത്തില്ല എന്നാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവരും സുവിശേഷത്തിൽ വിശ്വസിച്ചവരും മനസ്സിലാക്കേണ്ടത്, യേശു കർത്താവ് പറഞ്ഞത് ഈ ലോകത്തിൽ കഷ്ടം ഇല്ല എന്നല്ല. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പരിഹാസമുണ്ട്, ഉപദ്രവമുണ്ട്, നിന്ദയുണ്ട്. എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ്.
പൗലോസിന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയാ ഉണ്ടായത്? സാമ്പത്തിക ഞെരുക്കമാണോ? അതൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു സൈഡിലുണ്ട്. ഈ ലേഖനം ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. തൻ്റെ ആത്മീകതയെ പോലും ചോദ്യം ചെയ്ത് കളഞ്ഞു. ആര്? വെളിയിലുള്ളവരല്ല, വിശ്വാസ സമൂഹം. ശ്രദ്ധിച്ചു നോക്കുമ്പോ 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 2:5 വാക്യം. ഞാൻ ചില വാക്യങ്ങൾ, ഒരു 5-6 വാക്യങ്ങൾ ഇപ്പൊ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ പോവുക. താൻ പോയ ക്ലേശം ഒന്ന് അറിയാൻ വേണ്ടി, പറഞ്ഞു വിടാതെ. 2 കൊരിന്ത്യർ 2:5 ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എങ്കിൽ അവൻ എന്നെ അല്ല ഒരു വിധത്തിൽ ഞാൻ കണക്കിലേറെ പറയരുതല്ലോ, നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു. ആരായി ഒരുവൻ? ചിലർ പറയുന്നത് 1 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിൽ ദുർനടപ്പിൽ ജീവിച്ച ആ വ്യക്തിയായിരിക്കാം. പൗലോസ് ആദ്യമേ പറഞ്ഞു, ഈ ദുർനടപ്പുകാരനെ സഭയിൽ വെച്ചോണ്ടിരിക്കരുത്, ഉപദേശിക്കണം, മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ പുറത്താക്കണം. എന്നാൽ ഈ ദുർനടപ്പുകാരൻ സാധാരണ ഒരു വ്യക്തി അല്ലായിരുന്നു. നല്ല കാശും സ്വാധീനവും ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തിരുത്തൽ ഒരു തലമുറയിലും ആളുകൾക്ക് ഇഷ്ടമുള്ളതല്ല. എന്തിനാ പറയുന്നത്? കൊച്ചു കുഞ്ഞുങ്ങളോട് വർത്താനം പറയാതിരിക്കുക എന്ന് മുമ്പിൽ പറഞ്ഞാൽ അത് വെച്ച് സഭ വിടുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യാൻ ഒക്കത്തില്ല. എല്ലാവർക്കും പേടിയാ, നമ്മൾ പറയുന്നതിൽ എന്തേലും ആരെയും മുറിപ്പെടുത്തുമോ, വ്രണപ്പെടുത്തുമോ. പൗലോസ് അപ്പോസ്തലന് മനുഷ്യരുടെ പ്രീതിയെക്കാട്ടിൽ ദൈവത്തിന്റെ ഹിതം വലുതായിരുന്നത് കൊണ്ട്, വിശുദ്ധിയോടെ ദൈവസഭ രൂപപ്പെടണമെന്നുള്ള ദൈവസന്നിധിയിൽ തീരുമാനമുള്ളത് കൊണ്ട് മനുഷ്യന്റെ മുഖം നോക്കാതെ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടണം, ഇല്ലെങ്കിൽ സഭയ്ക്ക് വെളിയിലാകും. അന്നത്തെ ദിവസം മുതൽ തുടങ്ങി തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന സഭയിലെ ഒരുവൻ. 7-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോ, ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്തവൻ നിമിത്തമല്ല. ഒരുവൻ ആ സഭയിൽ ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു? അവൻ ദുഃഖിപ്പിച്ചു. എന്ത് ചെയ്തു? അവൻ അന്യായം ചെയ്തു. ഒരു പക്ഷെങ്കിൽ ഇല്ലാത്തതുണ്ടാക്കി പറഞ്ഞു കാണും, ഒരു പക്ഷെങ്കിൽ കള്ള കുപ്രചരണങ്ങൾ നടത്തി കാണും, അല്ലെ ഗ്യാങ് പിടിച്ചു കാണും, അല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിൽ പൗലോസിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കാണും, അറിയില്ല. എന്നാൽ സ്ട്രോങ് ആയിട്ട് സഭയ്ക്കകത്ത് നിന്നും ഒരു വ്യക്തി തനിക്കെതിരെ തിരിഞ്ഞു. ഈ പലപ്പോഴും ഒരുവൻ തിരിയുമ്പോ ഒരുവനായിട്ട് മാത്രമല്ല തിരിയാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങളെ എടുക്കത്തുള്ളൂ, ഒരു കൂട്ടം അതിന്റെ കൂടെ ഈച്ച പറ്റുന്നത് പോലെ പറ്റും. MCPF വളരെ ആഗ്രഹത്തോടെ ക്രമീകരിച്ചിരിക്കുന്ന കൺവെൻഷൻ യോഗത്തിന്റെ ആദ്യ ദിവസമാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദേശം നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യാദൃശ്ചികമായിട്ടല്ല. നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദേശം മുഴുവൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് തടസ്സമായി അവശബ്ദമിട്ടുകൊണ്ട്, വേറൊരു ശബ്ദമിട്ടുകൊണ്ട് ഒരുവൻ ഇതിനെതിരെ തിരിയുന്നത് പോലെ, ഒരുവൻ ഇതൊന്നും ഇഷ്ടപ്പെടാത്തത് പോലെ ദൈവസഭകൾക്കകത്ത് തന്നെ ഉണ്ടാകുന്ന അവശബ്ദങ്ങൾ തിരിച്ചറിയുവാൻ സമൂഹമേ, വിശ്വാസികളെ, നിങ്ങൾക്ക് കഴിയണം എന്ന് ഞാൻ കർത്താവിന്റെ ആത്മാവിൽ എളിമയോട് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഇത് ഈ കൊരിന്തിൽ എന്തായി തീർന്നെന്നറിയാമോ? ഈ ഒരുവന്റെ ശത്രുത 3:1 അഴിച്ചു വിട്ടു. നമ്മുടെ പാസ്റ്റർക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു, ബൈബിൾ കോളേജിലൊന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നു, ATA അംഗീകാരം ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. 2 കൊരിന്ത്യർ 3:1
ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക്, അടുത്ത വാക്ക് കണ്ടവരെല്ലാം ഒന്ന് ഉറക്കെ പറയാമോ? അടുത്ത വാക്ക് എന്താ? നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? ശുശ്രൂഷകൻ, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവൻ തന്റെ ശുശ്രൂഷയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയിരിക്കുകയാണ്. തന്നോട് ചോദിക്കുന്നത് എവിടത്തെ അംഗീകാരമുണ്ട്? പൗലോസ് പറയുക തിരിച്ച്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണോ എനിക്ക്? വേറെ ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് ഞാൻ നിങ്ങളെ കാണിക്കണമോ? ഞാൻ കൊരിന്തിൽ വന്നപ്പോൾ പ്രവർത്തികളുടെ പുസ്തകം 18 ക്രൂശിന്റെ വചനവുമായി മാത്രം മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നപ്പോ അവിടെ ദൈവം ചെയ്ത വീര്യപ്രവൃത്തിയും അത്ഭുതവും സർട്ടിഫിക്കറ്റിന്റെ വെളിച്ചത്തിലല്ലല്ലോ ദൈവം പരിവർത്തിച്ചത്. സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലല്ലല്ലോ ഭൂതങ്ങൾ വിട്ടുപോയത്. എന്നിലൂടെ നടന്ന വീര്യപ്രവൃത്തി സംശയിക്കത്തക്കവണ്ണം എന്തു പറ്റി വിശ്വാസിയെ നിനക്ക്? പൗലോസ് പറയുന്ന ശുശ്രൂഷയിലാണ് അവർ മുമ്പോട്ട് വന്നതെന്ന്. കൊരിന്താഡംബരമായ ഒരു നഗരമാണ്. അതിനകത്ത് ബലഹീനനായ പൗലോസ് മറ്റൊന്നും അറിയാത്തവനായി, യേശു ക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായി 1.5 വർഷം അവിടെ ശുശ്രൂഷിച്ചു. എന്നാൽ അതിലൊരുവൻ തിരിഞ്ഞ് തന്നെ ദുഃഖിപ്പിച്ചു, തനിക്കെതിരെ ആരോപണങ്ങൾ ഇട്ടു. ചോദ്യം, എന്തിയെ സർട്ടിഫിക്കറ്റ്? ഇപ്പം പാസ് സർട്ടിഫിക്കറ്റ് എന്തിയെ? 10-ാം അധ്യായം 1-ാമത്തെ വാക്യം, നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവനെന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. എന്തുമായി 10-ന്റെ 1 വായിക്കുന്നതെന്ന് അറിയാമോ? ചിലര് പിടിച്ചു അവിടെ പ്രചാരണം നടത്തി. പൗലോസ് ഉണ്ടല്ലോ, അടുത്തോട്ട് വരുമ്പോ ഭയങ്കര ശാന്തന, ദൂരെ പോകുമ്പോഴാ പുള്ളിയുടെ ഈ എഴുത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യമൊന്നും ഇല്ല ആളിന്. എഴുത്തിലൂടെ ഭയങ്കര എഴുത്താ. ഞാനിപ്പോ അങ്ങോട്ട് വരും, ഞാനിപ്പോ അങ്ങോട്ട് വന്ന് ദുർനടപ്പുകാരനെ പിടിക്കും. പക്ഷെ പുള്ളി അടുത്തോട്ട് വരുമ്പം താഴ്മയുള്ളവനായിട്ട് അതാ എഴുതിയിരിക്കുന്നത്. ചിലർ പറയുന്നത് നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവൻ, പക്ഷെ ദൂരെ ഇരുന്നു കൊണ്ട് ഗംഭീരമായി ശിക്ഷണം നടത്തുന്നയാൾ ധൈര്യമില്ലാത്ത പൗലോസ്. 10-ന്റെ 9 ശ്രദ്ധിച്ചേ, ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ, അടുത്ത വാക്കെന്താ? പേടിപ്പിക്കുന്നു എന്ന് തോന്നരുത്. ചിലര് പറയുക, ഞങ്ങളുടെ പാസ്റ്ററെ ഇപ്പം മനസ്സിലായി, ആ 10 വർഷം മുമ്പ് പുള്ളിയെ കണ്ടപ്പോ ഓർത്ത് എന്തൊക്കെയോ ഉണ്ടെന്ന്. ഇപ്പം മറ്റു പലരും കണ്ടപ്പം മനസ്സിലായി നമ്മുടെ ആളൊന്നുമല്ല. കേഫാവിനെ ഇപ്പൊ കണ്ടു, അപ്പൊല്ലോസിനെ ഇപ്പൊ കണ്ടു. ഇത് ചുമ്മാ നമ്മുടെ അടുക്കലോട്ട് വരുമ്പോ ശാന്തത, ദൂരെ ഇരുന്ന് എഴുത്തുകളിലൂടെ ഭയങ്കര കാര്യം പറഞ്ഞു പേടിപ്പിക്കുന്നു. ഈ പുള്ളിക്ക് സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടോ? ഈ മനുഷ്യനെ കണ്ടാൽ ആകർഷകമായ പേഴ്സണാലിറ്റി വല്ലതും ഉണ്ടോ? മുഴുവൻ കുറ്റാരോപിതനായി വിസ്താരണത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനെ പോലെ ലേഖനം എഴുതുന്നു. 11-ന്റെ 5 കൂടെ ശ്രദ്ധിക്കണമേ. 11-ന്റെ 5, ഞാൻ, അടുത്ത വാക്കെന്താ? വാക്സാമർത്ഥ്യമില്ലാത്തവനെങ്കിലും. ബൈബിൾ കോളേജ് സർട്ടിഫിക്കറ്റുമില്ല, പ്രാസവുമില്ല, ശുശ്രൂഷ മികവ്. ചില പറയുന്ന പോലെ പുള്ളിക്ക് സ്റ്റേജ് കൊടുക്കുമ്പോ ശ്രദ്ധിച്ചോടെ, കാർമ്മിക ശുശ്രൂഷയ്ക്കൊന്നും പ്രാപ്തിയില്ല, ബൈബിൾ കോളേജ് സർട്ടിഫിക്കറ്റും ഇല്ല, ദൂരെ ഇരിക്കുമ്പം വലിയ കാര്യങ്ങൾ എഴുതി വിടുന്നു. 11-ന്റെ 5 വാക്സാമർത്ഥ്യമില്ല. ഇവരാരെ കണ്ടു? വാക്സാമർത്ഥ്യമുള്ള അപ്പൊല്ലോസിനെ കണ്ട നിമിഷം മുതലാണ് ഇവർക്ക് മനസ്സിലായത്, അയ്യോ ഞങ്ങൾ ഓർത്തു പൗലോസ് അപ്പോസ്തലൻ ഭയങ്കര വാഗ്മിയൊക്കെയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇത് സാധാരണക്കാരനായ ശുശ്രൂഷകനൊക്കെ അംഗീകരിക്കാം, പക്ഷേ നോട്ട് ഓൺ ദ ടോപ്പ് ലെവൽ. 12-ന്റെ 11 ഞാനൊന്ന് വായിക്കട്ടെ. ഞാൻ മൂഢനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു,
നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും ഞാൻ കുറഞ്ഞവനല്ല. എന്തുവാ പ്രഷർ ഇതാ. പൗലോസേ, നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് നിങ്ങൾ ശരിക്കും ഒരു അപ്പോസ്തലനാണോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ്. പൗലോസ് പറയുക, അയ്യോ അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ, ഞാൻ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരെക്കാട്ടിൽ ഒട്ടും കുറഞ്ഞവനല്ല. എന്നെ നോക്കി, എന്റെ മുഖം നോക്കി, സർട്ടിഫിക്കറ്റ് നോക്കി, വാക്ചാതുര്യം നോക്കി എനിക്ക് മാർക്കിടരുത് എന്ന് നിലവിളിക്കുന്ന പൗലോസ് മുമ്പോട്ട് പോകുമ്പോഴേ എന്തുവാ യഥാർത്ഥമായി സംഭവിക്കുന്നത്? 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതലൊന്ന് ശ്രദ്ധിച്ചാൽ, 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, ഈ 4 മുതലുള്ള വാക്യമാണല്ലോ നമ്മുടെ കുറിവാക്യം. ഇന്നൊരാള് കേൾക്കണം, നമ്മളെ ഒരാൾ ഇങ്ങനെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ, ഒരു വിശ്വാസിയാകട്ടെ ഒരു കർത്തൃദാസനാകട്ടെ, നമ്മുടെ രക്ഷ, നമ്മുടെ സ്നാനം, നമ്മുടെ ക്രിസ്തീയ ജീവിത, നമ്മുടെ ആത്മീക പക്വത ഇതിനെതിരെ വിരൽ ചൂണ്ടിയ നമ്മൾ എങ്ങനെയാ പ്രതികരിക്കാൻ സാധ്യത? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കണം. 2 കൊരിന്ത്യർ 4:1 അതുകൊണ്ട് അടുത്ത വാക്ക്, ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയ ഞങ്ങൾ അധൈര്യപ്പെടാതെ. പൗലോസിന് ഒരു വലിയ ഉറപ്പ്. എന്തിന്റെ ഉറപ്പാ? ഇത് മനുഷ്യനല്ല എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചത്. ഇതൊരു വ്യക്തിയല്ല എന്തെങ്കിലും കൗശലവാക്ക് പറഞ്ഞ് എന്നെ സഭയിലോട്ട് ആനയിച്ചത്. ഇത് യേശു കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് ദൈവം, സ്വർലോകങ്ങൾക്ക് അധോലോകങ്ങൾക്കും അധികാരമുള്ള ദൈവം ഈ ലോകത്തിന് അടിത്തറയിടുന്നതിന് മുമ്പ് ക്രിസ്തുവേശുവിൽ എന്നെ തെരഞ്ഞെടുത്ത് ആ കരുണയിലാണ് എനിക്ക് ശുശ്രൂഷ നൽകിയതെന്ന് ഒരു വലിയ ഉറപ്പ്. ഇന്നത്തെ ദിവസം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ വചനത്തിലൂടെ വിളിച്ചു പറയട്ടെ, ഒന്നും തെളിയിക്കാൻ നിൽക്കണ്ട, സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലൊന്നും കാണിക്കാൻ നിൽക്കണ്ട. നീ നിൽക്കുന്നത് കരുണയിലാണെന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഈ ദേശത്ത് നിന്നും ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠതയിലല്ല, കുടുംബത്തിന്റെ മാന്യതയിലല്ല, ഇത് വീട് കിട്ടിയ കൃപയാണ് എന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഇത് 4:1 മാത്രമല്ല കേട്ടോ, 3:6 നോക്കണം. 3:6 പറയുന്നു, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. ഇത് മനുഷ്യൻ നൽകിയ പ്രാപ്തിയല്ല, ഇത് സംഘടന നൽകിയ പ്രാപ്തിയല്ല, ഇത് പണം നൽകിയ പ്രാപ്തിയല്ല, ഇത് കരുണ എനിക്ക് ലഭിച്ചു. ശുശ്രൂഷയ്ക്കായി എന്നെ പ്രാപ്തനാക്കിയത് ഒരു സ്കൂളല്ല, ഒരു സംഘടനയല്ല, ഒരു മനുഷ്യനല്ല, ദൈവം എന്നെ പ്രാപ്തനാക്കി. ഈ ദേശത്തോട് ദൈവത്തിന് ഈ ദൂത് വിളിച്ചു പറയുവാനുണ്ട്. നമ്മൾ ലോക മനുഷ്യനെ പോലെ ചിന്തിക്കേണ്ടവരല്ല. നമ്മുടെ പ്രാപ്തിയും ബലവും ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് ലോകത്തിന്റെ ദൃഷ്ടിയിലെ വലുത് കാണിച്ചത് കൊണ്ടല്ല. എപ്പോഴും നമുക്ക് പുകഴുവാനുള്ളത്, നമുക്ക് നിൽക്കുവാനുള്ളത് ആ കരുണയോർത്ത് മാത്രമേ നമുക്ക് നിൽക്കുവാനുള്ളൂ. നമ്മളെ വിളിച്ചവന്റെ ശ്രേഷ്ഠതയല്ലാതെ വിളിക്കേട്ടവന്റെ ശ്രേഷ്ഠത ഇതിനകത്തില്ല. വിളിച്ചവൻ എന്നെ യോഗ്യനാക്കി. 3:12 പറയുന്നത്, ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. പൗലോസേ, ഈ ധൈര്യം എവിടുന്ന? ഈ പ്രാഗൽഭ്യം എവിടുന്ന? ഈ അചഞ്ചലമായ നിറവ് എവിടുന്ന? തനിക്ക് നേരെ സ്വന്തം വിശ്വാസികൾ വിരൽ ചൂണ്ടുമ്പോ, തനിക്ക് നേരെ സ്വന്തം കൂടിവരവിലുള്ള ആൾക്കാർ
ചോദ്യചിഹ്നം ഉയർത്തുമ്പോ ഞങ്ങളെ പ്രാപ്തരാക്കി, ഞങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ട്, ഞങ്ങൾക്ക് ലഭിച്ച കരുണയിൽ ഞങ്ങൾ നിൽക്കുന്നുവെന്ന് പറയുവാൻ യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമുള്ള അപ്പോസ്തലനായ പൗലോസ് ഈ ദേശം കാത്തിരിക്കുന്നത് സർട്ടിഫിക്കറ്റിന്റെ ബലമുള്ളവരെ കാണുവാനല്ല. നമ്മുടെ ഈ ദേശം കാത്തിരിക്കുന്നത് ആത്മനിറവിൽ കാലുകൾ വെക്കുന്ന അഭിഷക്തന്മാരെ കാത്ത് ഈ ദേശമാകെ ഇരിക്കുന്നു. കരുണ ലഭിച്ചവരെ കാണുവാൻ, പ്രാഗൽഭ്യമുള്ളവരെ കാണുവാൻ ഈ ദേശം കാത്തിരിക്കുന്നു. ഏറ്റവും താൻ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്നറിയാം? 4-ാമത്തെ വാക്യം മുതൽ നമ്മുടെ കുറിവാക്യം അവിടെ പറയുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. താൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി വ്യക്തിപരമായ പേഴ്സണാലിറ്റി ഇല്ല, വാക്ചാതുര്യമില്ല, അംഗീകാരമില്ല, ബൈബിൾ കോളേജ് ഇല്ല, ഇതല്ല. താൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയ നിങ്ങൾ പറയുന്ന സുവിശേഷം വർക്ക് ചെയ്യുന്നില്ല. അവിടെ ഇവിടെ എല്ലാം പോയി സുവിശേഷം പറയുന്നു, പക്ഷെ ഈ സുവിശേഷം കേൾക്കാൻ ആരുമില്ല. ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ആൾക്കാര് വളരെ കുറവാണ്. ഒരു കൂട്ടം ആൾക്കാർ ആ സഭയിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർക്ക് എന്തോ പ്രശ്നമുണ്ട്. പേഴ്സണാലിറ്റി പോട്ട്, വാക്ചാതുര്യം പോട്ട്, ശ്ലാഘ്യപത്രം പോട്ട്, ഈ മനുഷ്യൻ പറയുന്ന സുവിശേഷം ഇന്നത്തെ ഭാഷ പറഞ്ഞ എറിക്കുന്നില്ല, എഫക്റ്റ് ആവുന്നില്ല. അതാണ് പശ്ചാത്തലം. 4-ാമത്തെ അധ്യായം 4-ന്റെ 2-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്. ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ. ശ്രദ്ധിക്കണമേ, 4-ന്റെ 1-ൽ താൻ എന്തിനെ കുറിച്ചാ പറയുന്നത്? ഞങ്ങൾ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ എന്ന് പറയുന്നു. 4-ന്റെ 1-ൽ അധൈര്യപ്പെടാതെ എന്ന് പറയുന്നു. 4-ന്റെ 2-ൽ പറയുന്നത് ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച്. ഇത് തമ്മിലുള്ള ബന്ധം എന്താ? ശ്രദ്ധിക്കണം. ഇന്നും ശത്രു നമ്മുടെ സഭകളിൽ, നമ്മുടെ സംഘടനയിൽ, നമ്മുടെ കൂടിവരവുകളിൽ വളരെ പ്രയോഗിക്കുന്ന ഒരു ഉപകരണം, ഒരു ഉപാധി, ഒരു അമ്പാണിത്. 4-ന്റെ 1-ൽ തന്നെ അധൈര്യപ്പെടുത്താൻ നോക്കി. നിന്റെ സുവിശേഷം വർക്ക് ചെയ്യുന്നില്ല. യേശുവിനെ ഉയർത്തിക്കൊണ്ട് നടക്കുന്നു, പക്ഷേ സഭയിൽ എത്ര പേരുണ്ട്? 15 പേരുണ്ട്. എന്തോ സാറേ, സന്ദേശത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. 30 വർഷം ശുശ്രൂഷിച്ചു. എത്ര വിശ്വാസികളുണ്ട്? എല്ലാരും കൂടെ വന്നാൽ 40 പേരുണ്ട്. അങ്ങോട്ട് നോക്ക്, 500 പേര് 3 വർഷം കൊണ്ട് അവര് കണ്ടില്ലേ? നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് സാറേ, നിങ്ങളുടെ സന്ദേശത്തിന് എന്തോ പ്രശ്നമുണ്ട്. അതാ പൗലോസ് നേരിടുന്ന വെല്ലുവിളി. പൗലോസ് പറയുന്നത്, ഞാൻ അധൈര്യപ്പെടുന്നില്ല. കാരണം ഈ പുതിയ നിയമ ശുശ്രൂഷ എനിക്ക് കരുണയാൽ ലഭിച്ചതാണ്. കരുണയാൽ ലഭിച്ച ഈ പുതിയ നിയമ ശുശ്രൂഷ എന്തിന്റെ ശുശ്രൂഷയാണെന്ന് അറിയാമോ? കുറഞ്ഞത് 3 കാര്യം 3-ാമത്തെ അധ്യായത്തിൽ താൻ പറയുന്നുണ്ട്. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് ജീവന്റെ ശുശ്രൂഷയാ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് ജീവന്റെ ശുശ്രൂഷ മാത്രമല്ല, പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് നീതീകരിക്കുന്ന ശുശ്രൂഷയാണ്, ഹൃദയ രൂപാന്തരം വരുത്തുന്ന ശുശ്രൂഷയാണ്. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് വല്ല വിധേനയും കുറച്ചാൾക്കാരെ കൂട്ടുന്ന
ആൾക്കൂട്ടമല്ല പുതിയ നിയമ ശുശ്രൂഷ. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്തും ഉപദേശവും ജീവിതവും കോംപ്രമൈസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് 1000 പേരുണ്ട് എന്ന് കാണിക്കുന്നതല്ല പുതിയ നിയമ ശുശ്രൂഷ. പുതിയ നിയമ ശുശ്രൂഷ എന്തെന്ന് ചോദിച്ചാൽ, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ച് ജഡത്തിന്റെ ഇഷ്ടങ്ങൾ മാറ്റി ക്രിസ്തുവിന്റെ ഭാവം എന്നിൽ രൂപപ്പെടുത്തുന്ന പുതിയ നിയമ ശുശ്രൂഷയുടെ ശ്രേഷ്ഠമായ അനുഭവം. ഞാൻ ചോദിക്കട്ടെ, ഇതാണോ ആൾക്കാർക്ക് ഇന്ന് വേണ്ടിയത്? അന്നും ഇതല്ലായിരുന്നു, ഇന്നും ഇതല്ല. പിന്നെന്തുവാ വേണ്ടിയത്? ഞാൻ പറയാം. എന്റെ കടം മാറണം, എന്റെ രോഗം മാറണം, എനിക്ക് എങ്ങനെങ്കിലും വിദേശത്ത് പോകണം, എനിക്ക് എങ്ങനെയും വണ്ടി, എനിക്ക് നല്ലായി ഒന്ന് ജീവിക്കണം. യേശു എന്നെ ഒന്ന് സഹായിക്കുമോ? പൗലോസ് പറയുക, ഞങ്ങൾ ഈ ലോക ജീവിതം സുഖമായി നടത്താനുള്ള ഉപാധി പറയുന്ന ശുശ്രൂഷകരല്ല. ഞങ്ങൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരാ. എന്ന് പറഞ്ഞാൽ കഷ്ടത്തിന്റെ നടുവിലും സ്തോത്രം പറയിപ്പിക്കുന്ന പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരാ ഞങ്ങൾ. ഹൃദയ രൂപാന്തരത്തിന്റെ ശുശ്രൂഷക്കാരാ ഞങ്ങൾ. ആത്മാവിനെ കയ്യടിയിൽ ഒതുക്കുന്നതല്ല, ആത്മാവിനെ അനുസരിച്ച് നടന്ന് ജഡത്തിന്റെ ഇഷ്ടങ്ങളോട് നോ പറയിപ്പിക്കുന്ന പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരാ ഞങ്ങൾ. അപ്പൊ എന്താ ശുശ്രൂഷ എഫക്റ്റീവ് ആകാത്ത? എന്താന്ന് ചോദിച്ചാ, ഈ സന്ദേശം ആൾക്കാർക്ക് വേണ്ട. പിന്നെ വേണ്ടിയത് എന്താ? വെയ് രാജാ വെയ്, 1 വെച്ചാ 10 കിട്ടും, 10 വെച്ചാ 100 കിട്ടും. സഭ വളരുന്നു. പാസ്പോർട്ടിന്റെ നമ്പർ കാണുന്നു, ഫ്ലൈറ്റ് കാണുന്നു, ബ്രിഡ്ജ് കാണുന്നു, എന്തൊക്കെ കാണുന്നു. ആൾക്കാർ ഇടിച്ചു കയറും. എന്നാൽ ഞായറാഴ്ച തോറും സുവിശേഷവും വിശുദ്ധ ജീവിതത്തിന്റെ സന്ദേശങ്ങൾ കൊടുക്കുക. ബോറിംഗ് പാസ്റ്റർ ഇത് കേൾക്കാൻ രസമില്ല. പിന്നെ എന്തുവാ കേൾക്കാൻ രസം? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുന്നു. മനുഷ്യർ സ്വസ്നേഹികളാകും, ദ്രവ്യാഗ്രഹികളാകും. ഇതിനെ ഉണർത്തുന്ന സന്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. 100 150 ആകും, 150 300 ആകും. എല്ലാരും വന്നിരിപ്പുണ്ട്. കേൾക്കേണ്ടത് ഇപ്പൊ കിട്ടണം, ഇന്ന് കിട്ടണം, ഇവിടെ എന്തെങ്കിലും കിട്ടണം. സഭാ വളർച്ച ഉണ്ടാകുമോ? ഉണ്ടാകും. അപ്പോസ്തലപ്രവൃത്തി 120 3000 ആയില്ലേ? 3000 5000 ആയില്ലേ? ഉണ്ട്. എന്നാൽ ഉപദേശ സത്യങ്ങളെ കോംപ്രമൈസ് ചെയ്ത് ദൈവസഭകളുടെ വളർച്ച എന്ന് പറഞ്ഞ് അഴിച്ചുവിടുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൽ അധികമായി ഉണ്ട്. യൂട്യൂബിലൂടെയും ടെലിവിഷനിലൂടെയും ഞാൻ ഏതോ ഹീറോ ആണെന്ന് മനസ്സിലാക്കി കാണിച്ചു കൊടുത്ത്, പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഞാൻ തരാം, ഒരുവനിലേക്ക് അടുപ്പിക്കുന്ന പ്രവണത പുസ്തകത്തിന് നിരക്കുന്നതല്ല. നമ്മൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരായി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രാപ്തി ഉയരത്തിൽ നിന്ന് ലഭിച്ച് ഹൃദയ രൂപാന്തരത്തിലൂടെ ക്രിസ്തു സ്വഭാവത്തിലേക്ക് നയിക്കപ്പെടുന്ന അതിനുള്ള കരുണയാണ് നമ്മൾ പ്രാപിച്ചത് എന്ന പൗലോസ് പറയുന്നത്. അപ്പൊ തന്നെ പ്രഷറിലാക്കാൻ നേരം 4:1 പറയുക, ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. അടുത്ത വാക്ക, ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ. അപ്പൊ എപ്പോഴാ ഈ ഉപായം പ്രയോഗിക്കുന്നത്? സാധാരണ ലജ്ജാകരമായ രഹസ്യങ്ങൾ എപ്പോഴാ ഉപയോഗിക്കുന്നതെന്നറിയാം? അധൈര്യപ്പെട്ടു പോകുമ്പോഴാ സന്ദേശം മാറ്റുന്നത്. എപ്പോഴാണോ അധൈര്യം കയറി വരുന്നത്, എപ്പോഴാണോ ദൈവമേ ഒന്നും നടക്കുന്നില്ലല്ലോ, എന്നാ ഞാനൊന്ന് മാറ്റി പിടിച്ചേക്കാം. ദേശമേ കേൾക്കണം, വിശ്വാസികളെ കേൾക്കണം. അധൈര്യപ്പെട്ടു പോകുന്ന സമയത്ത് പ്രതീക്ഷിച്ച പോലെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോ, പ്രതീക്ഷിച്ചതുപോലെ ശുശ്രൂഷയിൽ ഒരു വളർച്ച കിട്ടാതിരിക്കുമ്പോ,
പ്രതീക്ഷിച്ചതുപോലെ പ്രതികരണങ്ങൾ ലഭിക്കാതിരിക്കുമ്പോ ആ അധൈര്യത്തിന്റെ നടുവിൽ പലരും പ്ലേറ്റ് മാറ്റി വേറെ സന്ദേശം വിളമ്പും, വേറെ പ്രാർത്ഥനകളും കൂടിവരവുകളും കണ്ടുപിടിക്കും. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ എല്ലാവരും എന്നെ വിധിക്കുന്നു ഒരു തരത്തിൽ, എന്നാൽ ഞാൻ അധൈര്യപ്പെട്ടു പോകുന്നില്ല, ഞാൻ ഉപായം പ്രയോഗിക്കുന്നില്ല. ആ വാക്കിന്റെ അർത്ഥമേ ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച എന്ന് പറഞ്ഞാൽ 1:17-18 വാക്യങ്ങളിൽ ഈ വിശ്വാസികൾ പറഞ്ഞു, നോയിക്കേ, ഇങ്ങനെ വിചാരിച്ചതിൽ 1:17 വിചാരിച്ചതിൽ ഞാൻ ചാബല്യം കാണിച്ചുവോ, അല്ലെങ്കിൽ എന്റെ വാക്ക് ഉവ്വ ഇല്ല ഇല്ല ആകുവാൻ തക്കവണ്ണം എന്റെ നിരൂപണം ജഡീക നിരൂപണമോ? പൗലോസിനെ കുറിച്ച് പറയുക, പാസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ അന്ന് വരാമെന്ന്, പക്ഷെ വന്നില്ലല്ലോ, ഉപായിയാണെന്ന് തോന്നുന്നു, വിശ്വസിക്കാനൊക്കത്തില്ല. 12:16 ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എങ്കിലും ഉപായിയാകിയാൽ കൗശലം കൊണ്ട് നിങ്ങളെ കൈവശമാക്കിയെന്ന് നിങ്ങൾ പറയുമായിരിക്കും എന്ന് പറഞ്ഞ അവിടെ ഉള്ളവർ പറഞ്ഞു, പൗലോസ് ഞങ്ങളിൽ നിന്നൊന്നും പൈസ വാങ്ങിക്കത്തില്ല, പക്ഷെ ആൾക്കാരെ വിട്ട് ഞങ്ങളിൽ നിന്ന് പൈസ വാങ്ങിക്കും, ഇത് ഭയങ്കര കൗശലക്കാരനാ. പൗലോസ് പറയുക, ഇല്ല ഇല്ല ഇല്ല, ഞങ്ങൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരാ. അധൈര്യപ്പെടുന്ന നിമിഷങ്ങളിൽ ഉപായം പ്രയോഗിച്ച് കീശ വീർപ്പിക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ വാക്ക് ഊവ എന്ന് തന്നെയാ. സുവിശേഷം കച്ചവട ചരക്കാക്കാതെ, സുവിശേഷം സ്വന്തം ലാഭത്തിന് വേണ്ടി വിറ്റുകൊടുക്കാതെ ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കുന്ന പുതിയ നിയമ ശുശ്രൂഷക്കാരാ ഞങ്ങൾ. പ്രിയ വിശ്വാസികളെ, ചോദ്യം ഇതാ, നമ്മൾ എന്തിന് യേശുവിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു? നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ക്രിസ്തീയ ജീവിതം ആത്മനിറവിൽ നയിക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടി? ഒരു രോഗത്തിന്റെ സാഹചര്യത്തിൽ അധൈര്യപ്പെട്ട് നമ്മൾ വിശ്വസിച്ചതിനെ ത്യജിച്ച് പറയുമോ? ഒരു വേദനയുടെ നടുവിൽ അധൈര്യപ്പെട്ട് നമ്മൾ പിടിച്ചതിനെ പിടിവിടുമോ? ഇന്ന് രാത്രി കേൾക്കണം, അധൈര്യപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ, നിരാശയുടെ നിമിഷങ്ങളിൽ ഉപായം പ്രയോഗിക്കാതെ, അധൈര്യമാകാതെ അതിന്റെ നടുവിൽ പിടിച്ചു നിന്ന് ഈ യേശു എക്കാലവും എനിക്ക് നല്ലവൻ. ഞങ്ങൾ ലജ്ജാകരമായ രഹസ്യങ്ങൾ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ, ഈ വാക്ക് ഉപായം പ്രയോഗിക്കാതെ എന്നുള്ള വാക്കാണ് 2 കൊരിന്ത്യർ 11 2 മുതലുള്ള വാക്യങ്ങളിൽ കൊരിന്ത് സഭ വേറെ കുറെ ശുശ്രൂഷക്കാര് കയറി. അവരുടെ സന്ദേശം എങ്ങനെയുണ്ട്? കേട്ടോണം. 2 കൊരിന്ത്യർ 11:2 ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നോയിക്കോണേ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ കണ്ടത് സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി ഒരു ഉപാധിയല്ല സഭ. താൻ കൊരിന്തിൽ കണ്ടത് എനിക്കെങ്ങനെങ്കിലും ഒരു ഉപജീവനം വേണം, ഒരു 100 പേരുള്ള സഭ കിട്ടിയായിരുന്നേ കൊണ്ടായിരുന്നു. ഇതല്ല താൻ കണ്ടത്. താൻ ഒരു കാര്യം മാത്രമേ കൊരിന്തിൽ കണ്ടുള്ളൂ, ഇവിടെ അന്ധകാരം മാറണം, ഇവിടെ പ്രകാശം ഉദിക്കണം, നിത്യജീവനായി ഒരു കൂട്ടം ആൾക്കാർ കൊരിന്തിൽ ഉണ്ടാകണം എന്ന് മാത്രം കണ്ട പൗലോസ് താൻ പറയുക, പക്ഷെ ഞാൻ അവിടെ സഭ സ്ഥാപിച്ചിട്ട് പോയിട്ട് വേറെ കുറെ എണ്ണം അവിടെ വന്നു. അവരുടെ സന്ദേശം കേൾക്കാൻ നല്ല രസമാ. കാരണം എന്തിനെ കുറിച്ചാ പറയുന്നത്? നോക്കിയേ, ഞാൻ ക്രിസ്തുവെന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ 3-ാം വാക്യം, സർപ്പം ഹവ്വായെ ഉപായത്താൽ. 4:2 എന്താ? ഞങ്ങൾ ഉപായം ഉപയോഗിക്കത്തില്ല. അധൈര്യപ്പെടുത്തുന്ന നിമിഷങ്ങളിലും
ഞങ്ങൾ ഉപായം ഉപയോഗിക്കത്തില്ല. കർത്തൃദാസന്മാരെ കേൾക്കണം. അധൈര്യപ്പെടുത്തുന്ന നിമിഷത്തിലും നിന്റെ പ്രസംഗം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴും ഉപായം ഉപയോഗിക്കാതെ, മനുഷ്യരെ പ്രലോഭിപ്പിക്കാതെ, അവരുടെ കയ്യടിക്ക് വേണ്ടി സന്ദേശം മാറ്റാതെ, അവരെ സന്തോഷിപ്പിക്കാതെ നിത്യതയിങ്കലേക്ക് ഒരു കൂട്ടം ആൾക്കാരെ തിരിപ്പാൻ ദൈവം ഈ ദേശത്ത് ശുശ്രൂഷകന്മാരെയും അന്വേഷിക്കുന്നു. അങ്ങനെയുള്ള കരുത്തരായ വിശ്വാസികളെയും ദൈവം അന്വേഷിക്കുന്നു. തിന്മയായത് ഭവിക്കുന്നതിന്റെ നടുവിലും തിരിച്ചങ്ങ് വരുന്നോ എന്ന് ചോദിക്കുമ്പോഴും ഇല്ല, ആഴിയെന്ന് ഞാൻ ഓർത്തില്ല, ആഴം ആരാഞ്ഞില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിന്റെ നടുവിൽ എന്റെ കാല് പതറുന്നത് പോലെയുള്ള അവസ്ഥയിലും കടക്കണിയിൽ ഞാൻ വീഴേണ്ട വന്നാലും കരുണ എനിക്ക് ലഭിച്ചത് കൊണ്ട് ഞാൻ ഇനി ഉപായത്താൽ വേറൊന്നിന്റെ പുറകെ പോകത്തില്ല. ഞാൻ പിടിച്ച യേശു വിശ്വസ്തൻ, എന്റെ ആത്മബലവാളൻ, എനിക്ക് മതിയായവൻ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്. കൊരിന്തിൽ പൗലോസ് ശുശ്രൂഷപ്പോ താൻ ശ്രദ്ധിച്ചത് ഇവരുടെ മനസ്സൊന്നും എങ്ങോട്ടാവല്ലേ? ലോകത്തിലേക്കാവല്ലേ, ജഡീകതയിലേക്കാകരുത്, ഭൗതികതയിലേക്കാകരുത്. ഇവരുടെ മനസ്സിൽ മുഴുവൻ യേശു, ആത്മമണവാളൻ, സ്നേഹബന്ധം, നിത്യത, ഇതാ പറയാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ കാലപ്പഴക്കത്തിൽ ആ സന്ദേശത്തിന് വലിയ മാർക്കറ്റില്ല. മാർക്കറ്റ് എന്തിനെന്ന് ചോദിച്ചാ, യേശുവിന്റെ അടുക്ക വാ, നിനക്കിപ്പോ കിട്ടും. അന്ന് സർപ്പം ഉപായത്താൽ ഹവ്വ അമ്മച്ചിയെ ചതിച്ചതുപോലെ ഇത് കഴിച്ചോ, നീ തിന്നുന്ന നാളിൽ നിന്റെ കണ്ണു തുറക്കും, നീ ദൈവത്തെ പോലാകും, നീ വാഴുന്നവനാകും, നീ വാലല്ല നീ തലയാകും, നീ ഫ്ലൈറ്റേ കയറാൻ പോവുക. ഇത് കേൾക്കുമ്പോ കൈയടിച്ചിളകുന്നൊരു സമൂഹം അന്നും ഉണ്ടായിരുന്നു ദൈവമക്കളെ. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുക, ഇതല്ല പുതിയ നിയമ ശുശ്രൂഷ. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് ജഡിക സുഖങ്ങളെ ഇളക്കുന്നതല്ല, പ്രലോഭനങ്ങളെ ഇടുന്നതല്ല പുതിയ നിയമ ശുശ്രൂഷ. അതിനകത്തുനിന്ന് ഒരു കൂട്ടം ആൾക്കാരുടെ മനസ്സ് ക്രിസ്തുവിങ്കലേക്ക് തിരിക്കുന്നതാ പുതിയ നിയമ ശുശ്രൂഷ. ചർച്ചിൽ 20 പേരെ ഉള്ളെങ്കിലുവേ നിർമ്മലതയോടെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ അധൈര്യപ്പെട്ടു പോകണ്ട. ഒരു കാലഘട്ടം ദൈവം വെച്ചിരിക്കുകയായിരിക്കും. വിശുദ്ധിയോടെ വേർപാടോടെ കൊണ്ട് നിന്നാൽ ഈ ദിവസങ്ങളിൽ ഒന്ന് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ആ കൂടിവരവിൽ വെളിപ്പെടും. നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായി. നോക്കിക്കേ, ആ മാളിക മുറിയിൽ 120 പേരിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പുകഴുവാൻ ഒന്നുമില്ല, അവരുടെ ഇടയിൽ ഒരു നേതാവ് പോലുമില്ല. എന്നാൽ ആത്മശക്തി ഇറങ്ങി വന്നപ്പോ വിശുദ്ധിയോടൊരു പണി യെരൂശലേമിൽ പണിഞ്ഞതുപോലെ ഈ പ്രദേശത്തിൽ ദൈവത്തിനൊരു പണിയുണ്ട്. അത് ഉപായത്താലുള്ള പണിയല്ല, കൗശലത്തിന്റെ ഒരു പണിയല്ല, വചനത്തിന്റെ ഒരു പണി, നിത്യതയുടെ ഒരു പണി. അതിന് ഈ ദേശം ഒരുങ്ങട്ടെ, അതിന് ഈ ദേശം ഒരുങ്ങട്ടെ. നമ്മളെ പൗലോസ് അപ്പോസ്തലൻ താഴ്മയുള്ളവനാന്നൊക്കെ പറയുമ്പോഴേ തന്റെ വാക്കുകൾക്കൊരു മൃദുലതയുമില്ല. ഏത് വാക്കിൽ? ഈ വേറെ കാര്യം പറയുന്നവരുണ്ടല്ലോ, ഉപായം. സർപ്പം ഹവ്വായെ ഉപായത്തെ ചതിച്ചതുപോലെ ക്രിസ്തുവേശുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും കളയുന്ന എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം യോഗത്തിന് വന്നിട്ട് പോകുമ്പോൾ ക്രിസ്തുവേശുവിനോടുള്ള ഏകാഗ്രത കൂടുന്നില്ല, ലൗകിക സ്നേഹം കൂടുന്നു, ലോകമയത്വം കൂടുന്നു. അവരെ പൗലോസ് വിളിക്കുന്നത് എന്താണെന്നറിയാമോ? 11:13 വാക്യം, 2 കൊരിന്ത്യർ 11:13. ഇങ്ങനെയുള്ളവർ, അടുത്ത വാക്ക്, കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ,
ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ അത് ആശ്ചര്യവുമല്ല. ഇന്നൊരു കാര്യം മനസ്സിൽ ഉറയ്ക്കാമോ? ദൈവമാണ് എന്നെ പ്രാപ്തനാക്കിയതെന്നും ദൈവത്തിന്റെ കരുണയിലാണ് ഞാൻ ശുശ്രൂഷയിലായതെന്നും ദൈവത്തിന്റെ കരുണയിൽ ഞാൻ ഒരു വിശ്വാസിയായി അതിലൊരു ഉറപ്പുറയ്ക്കുമ്പോ ഉപായത്തിന് പിടികൊടുക്കാതെ, ലൗകികതയ്ക്ക് പിടികൊടുക്കാതെ, പൈശാചികമേതാ ദൈവികമേതാ എന്ന് വ്യക്തമായി പറയാനുള്ള ഒരാത്മാവിന്റെ നിയോഗം നമുക്ക് പ്രാപിക്കാനിടയാവും. അല്ലെങ്കിൽ പറയാൻ സാധ്യത എന്താണെന്നറിയാം? നമുക്ക് ഇതും വേണം അതും വേണം. നമുക്കെല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോണ്ടേ. ഏതാ ബാലൻസ്? നമുക്ക് സത്യസുവിശേഷവും വേണം, നമുക്ക് ഹൃദയ രൂപാന്തരവും വേണം, അതോടൊപ്പം നമുക്ക് കുറച്ച് ഭൗതികതയുടെ പറഞ്ഞാലല്ല ആൾക്കാർക്ക് സന്തോഷമുള്ളൂ. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഭൗതികമുണ്ട്. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ കാണുന്നതെല്ലാം അല്ല. ബേസിക് നീഡ്, നമുക്ക് ആവശ്യമുള്ളത് ദൈവം നൽകി തരും. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ കോടിപതിയാകാൻ വിളിക്കുന്ന ഒരു വിളിയല്ലിത്. ക്രിസ്തുവിന്റെ ശിഷ്യനാകാൻ ആത്മാവിന്റെ നിറവിൽ ഹൃദയ രൂപാന്തരത്തോടെ നിത്യതയെ ലക്ഷ്യമാക്കി വിശുദ്ധിയിൽ നടക്കുവാനുള്ള വിളിയാണ് സുവിശേഷത്തിന്റെ വിളി. ഇത് ശക്തനാകാനുള്ള വിളിയല്ല, ഇത് ബലഹീനനാകാനുള്ള വിളിയാണ്. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗത്തോടെ ജീവിക്കാനുള്ള ഒരു വിളിയാണ്. ഇന്ന് പലർക്കും ഈ ധൈര്യം ഇല്ലാതെ പോകുന്നത് നമുക്ക് മറ്റുള്ളവരുടെ അഭിപ്രായമായി ഏറ്റവും വലുത്. പൗലോസ് എന്താ 4:1 പറയുന്നത്? ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല, കാരണം ആര് വിളിച്ചുവെന്നും ആരോടാ കണക്ക് ബോധിപ്പിക്കേണ്ടതെന്നും നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ പറയുന്നത്, ഞങ്ങളുടെ ശുശ്രൂഷ പരാജയമെന്ന് മനുഷ്യന് തോന്നിയാലും ഞങ്ങൾ ഉപായം പ്രയോഗിക്കുന്നില്ല, ഞങ്ങൾ മനുഷ്യരെ ചതിക്കുന്നില്ല, ഞങ്ങൾ മറ്റുള്ളവരെ വഞ്ചിച്ചൊന്നും എടുക്കുന്നില്ല. ദൈവവചനത്തിൽ ആ 4:2 ശ്രദ്ധിച്ചേ. ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും. എന്താ ഈ ലജ്ജാകരമായ കാര്യം? ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല 4:1. അതിനോട് ചേർന്ന് പറയുക, ഞങ്ങൾ ഉപായം പ്രയോഗിക്കത്തില്ല, ഞങ്ങൾ ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിർമ്മല സുവിശേഷം മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എല്ലാ പട്ടണത്തിലും എല്ലാ ഗ്രാമത്തിലും നിർമ്മല സുവിശേഷത്തിൽ വിശ്വസിക്കാനായി ദൈവം ഒരു കൂട്ടം ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു സഭയെ ചേർപ്പാനല്ല യേശു വരുന്നത്. ഉപായത്താൽ പണിയുന്നതല്ല, നിർമ്മലതയോടെ കൂട്ടിച്ചേർക്കാത്ത പണിയെ ചേർപ്പാനായി വിശുദ്ധമായ ഒരു സഭയെ, നിഷ്കളങ്കമായ ഒരു സഭയെ ചേർപ്പാനായി, വിശുദ്ധിയെ തികച്ചോടുന്നവരെ ചേർപ്പാനായി നമ്മുടെ യേശു മടങ്ങി വരുന്നു. നോക്കണമേ, ഈ പശ്ചാത്തലത്തിൽ ആ അടുത്ത വാക്ക്, നമ്മുടെ കുറിവാക്യം ഇനി ശ്രദ്ധിക്കണം. 4:1-2 ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഇത്രയും പ്രതിസന്ധി നിൽക്കുക. താങ്കളുടെ ശുശ്രൂഷ കൊള്ളത്തില്ല, താങ്കളുടെ സന്ദേശം പോരാ ഈ പ്രതിസന്ധിയുടെ നടുവിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഈ പ്രതിസന്ധി എല്ലാം ഉള്ളപ്പോഴും ഞങ്ങൾ അധൈര്യപ്പെടാതെ, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച്, ഉപായം പ്രയോഗിക്കാതെ, ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കാതെ, സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. അടുത്ത കേൾക്കണേ, 3-ാം വാക്യം. എന്നാൽ
കുറച്ചുപേര് എന്തോ പറഞ്ഞു പൗലോസിനെ കുറിച്ച്. പ്രസംഗം കേൾക്കാൻ ആരും വരുന്നില്ല പാസ്റ്ററെ. പാസ്റ്ററുടെ പ്രസംഗം അത്ര എഫക്റ്റീവ് അല്ല. പൗലോസ് പറയുക അതെന്താന്നറിയോ? 3-ാം വാക്യം, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ. ചർച്ചിലുള്ള കുറച്ചു പേരുടെ അഭിപ്രായം എന്തുവാ? പാസ്റ്റർ പ്രസംഗം ഒന്ന് മാറ്റുന്നതാ നല്ലത്. പാസ്റ്റർ ഈ നിത്യതയും വിശുദ്ധിയും വേർപാടും ദൈവരാജ്യവും സ്വാർത്ഥതയില്ലാത്ത ജീവിതവും ദ്രവ്യാഗ്രഹത്തിനെതിരെയൊക്കെ പ്രസംഗിച്ച ആര് വരും പാസ്റ്ററെ? ഒരല്പ ഉപായവും വചനത്തോട് കൂട്ടിച്ചേർത്ത എല്ലാരും സന്തോഷമായിട്ടൊക്കെ അങ്ങ് പോയേനെ. പൗലോസ് പറയാ ഇല്ല ഇല്ല ഇല്ല, ഞങ്ങളുടെ സുവിശേഷം ചിലർക്ക് മറഞ്ഞിരിക്കുന്നുണ്ട്. ആ മറഞ്ഞിരിക്കുന്നത് ആർക്കാന്നറിയോ? നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാകുന്നുണ്ടോ? താങ്കളുടെ വിശുദ്ധ ജീവിതം കണ്ടിട്ടേ ഒരു കള്ളയൊപ്പിടാൻ പറയുമ്പോ എനിക്കത് ഇടാൻ ഒക്കത്തില്ല എന്ന് പറയുമ്പോ, ഹോ വേണ്ട വിശുദ്ധം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോ അധൈര്യപ്പെട്ട് ഉപായം കാണിക്കരുതേ. വിശുദ്ധൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞവന് വെളിപ്പാടില്ലാത്തത് കൊണ്ട് അവനത് പറഞ്ഞത്. പ്രസംഗത്തിന്റെ അവസാനം പാസ്റ്ററെ സുവിശേഷമൊക്കെയാ, പക്ഷെ കയ്യടിക്കാനൊന്നും കിട്ടിയില്ല. കഴിഞ്ഞിടയിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഒരിടത്ത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കൺക്ലൂഷന് പാസ്റ്റർ പറഞ്ഞതാ, അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം നമുക്ക് കേട്ടു, നമുക്ക് കയ്യടിപ്പാനായി ഒന്നും ലഭിച്ചില്ലായെങ്കിലും ദൈവത്തിന്റെ വചനമാണല്ലോ നമുക്ക് കേട്ടത്. ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. അതിശോക്തി ഇല്ലാതെ ഞാൻ പറയുക, ഇതേ വാക്കാണ്. നമുക്ക് കൈയടിക്കാനും സ്തോത്രം പറയാനും ഒന്നും ലഭിച്ചില്ല എങ്കിലും ദൈവത്തിന്റെ വചനമാണല്ലോ നമ്മൾ കേട്ടത്. അപ്പൊ എന്തോ ഈ കൈ അടിപ്പിക്കുന്നത് പലപ്പോഴും ഇച്ചിരി ഉപായം ചേർക്കണം, ഇച്ചിരി കൗശലവും. നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, നീ അവിടെ പോകും, ഇപ്പൊ പോകും, നാളെ പോകും, ഇളകും. ഒരല്പം ദ്രവ്യാഗ്രഹത്തിന്റെ കാര്യം പറ, ഒരല്പം ഈ ലോകത്തിന്റെ കാര്യം പറ, പെട്ടെന്ന് ഇളകും. ആത്മാവിൽ ഇളകുന്നവരുണ്ട് കേട്ടോ, അത് ഇളകണം. ആത്മാവിന്റെ തെരഞ്ഞെടുപ്പും ആത്മാവിന്റെ കരുണയും ആത്മാവിന്റെ കൃപയും ഓർത്ത് ഇളകുന്നത് ഇളകണം. അതാണ് പെന്തിക്കോസിന്റെ ശക്തി. അല്ലാതെ ജഡത്തിന്റെ കാര്യം പറയുമ്പോ, ഇഹലോക കാര്യം പറയുമ്പോ കൈയടിച്ച് വേറെ മണ്ഡലത്തിലാകുന്നത് മറ്റൊരു സുവിശേഷവും മറ്റൊരേശുവും മറ്റൊരാത്മാവുമാണെന്ന് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണമേ. യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് കൈയടിക്കാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഉണരാം, നിത്യതയെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ലോകത്തിലെ ഒരു കാര്യം പറയുമ്പോഴല്ല സടകുടഞ്ഞ് എഴുന്നേക്കണ്ടേ. പൗലോസ് പറയുക, എന്റെ സന്ദേശം മാറ്റാൻ ഞാൻ പോകുന്നില്ല. ഇനി ആരും വിളിച്ചാലും ഇല്ലെങ്കിലും, ചർച്ചിൽ ഉള്ളവരോടെ പോകാൻ നിന്നാലും ഈ സുവിശേഷം, ഏത് സുവിശേഷം? ഈ ശ്രേഷ്ഠകരമായ യേശുവിന്റെ സുവിശേഷം വിൽക്കുവാനായി കച്ചവട ചരക്കാക്കാൻ എന്നെ കിട്ടത്തില്ല. മരണക്കിടക്കയിൽ എനിക്ക് വിളിച്ചു പറയണം, ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഞാൻ ഉപായം ഉപയോഗിച്ചിട്ടില്ല, ഞാൻ വചനത്തോട് കൂട്ടിച്ചേർത്തിട്ടില്ല. ഇത് മറഞ്ഞിരിക്കുന്നവന് വേണ്ടി ശുശ്രൂഷ മാറ്റാനുള്ളതല്ല. ഇന്ന് എന്താ സംഭവിക്കുന്നതെന്നറിയാം? പലർക്കും ഈ സുവിശേഷം മറഞ്ഞിരിക്കുക. ഈ മറഞ്ഞിരിക്കുന്നവന് വേണ്ടി നമ്മൾ വേറൊരു സുവിശേഷം അങ്ങ് ഉണ്ടാക്കി. അതിനെ 2 കൊരിന്ത്യർ 11 വിളിച്ച മറ്റൊരു സുവിശേഷം. അതാ 2 കൊരിന്ത്യർ 11 വിളിച്ചത് മറ്റൊരേശു, മറ്റൊരാത്മാവ്. ഹൃദയ രൂപാന്തരം വരുത്തുന്ന സുവിശേഷത്തെ കുറിച്ച് പറ, ഇങ്ങനെ ഇരിക്കും. പ്രത്യാശയുണ്ട് ബ്രദറെ, ഇങ്ങനെ ഇരിക്കും. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ സ്ഥിതി മാറ്റും. ഹല്ലേലൂയ. അത് മനസ്സിലാവുന്നുണ്ട്. എന്റെ ഈ ലോകത്തിലെ കാര്യങ്ങൾ ചില പേപ്പർ നീങ്ങുന്നതായി ഞാൻ കാണുന്നു. ഹല്ലേലൂയ.
ചില രാജ്യത്തിന്റെ നിയമം നിനക്ക് വേണ്ടി മാറ്റി നിന്നെ പറപ്പിക്കും. ഹല്ലേലൂയ. പ്രാക്കളെ പോലെ നമ്മൾ പറക്കാൻ പോകുക ദൈവത്തിന്റെ വരവിങ്കൽ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്തു പറ്റി സുവിശേഷത്തിന്? പലരും ചിന്തിക്കുന്നത് യേശു എന്നുള്ളത് ഒരു അത്ഭുത സിദ്ധി ചെയ്യുന്ന ഒരു മിറക്കിൾ വർക്കർ. പലരും ചിന്തിക്കുന്നത് സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല ജീവിതത്തിനുള്ള ഒരു ഉപാധി. പലരും തെറ്റിദ്ധരിച്ച പരിശുദ്ധാത്മാവ് കേവലം കുലുങ്ങുന്നതും കൈയടിക്കുന്നതും അല്ല. യഥാർത്ഥ സുവിശേഷത്തിലേക്ക് എന്നെ നടത്തുന്നതാ പരിശുദ്ധാത്മാവ്. സുവിശേഷത്തിന്റെ സത്തിൽ എന്നെ ജീവിക്കാൻ ഒരുക്കുന്നതാ പരിശുദ്ധാത്മാവ്. കൈയടിപ്പിക്കുന്നത് മാത്രമല്ല, പാപത്തിന്റെ പ്രലോഭനങ്ങളെ തോൽപ്പിക്കാൻ എന്നെ സഹായിക്കുന്നതാ ആത്മാവിന്റെ ശക്തി. പൗലോസ് പറയുക, ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ. വിശ്വാസികളെ, ആരാ ഈ ആരോപണമൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്? പ്രാസം പോരാ, സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് തോന്നുന്നു. വിശ്വാസികളാ. വിശ്വാസികളോട് പറയുക, ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ലോകത്തിൽ എന്ത് കിട്ടുമെന്നുള്ളതല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലത് കിട്ടിയേക്കാം, ചിലത് കിട്ടിയില്ലെങ്കിലും ഈ ലോകത്തിൽ എനിക്ക് എന്ത് അനുഭവമാണെങ്കിലും എല്ലാറ്റിൻ്റെയും നടുവിലും ഞാൻ പാടും ഹല്ലേലൂയ. കാരണം എന്താ? എന്നെ തെരഞ്ഞെടുത്ത ദൈവത്തെ ഓർക്കുമ്പോ ദരിദ്രനായ, ലോകത്തിൽ ഇരുകൈ വലങ്കൈ അറിയാതെ ജീവിച്ച എന്നെ ക്രിസ്തുവേശുവിൽ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്നേഹം ഓർത്ത ഞാൻ ഹല്ലേലൂയ പാടുന്നത് കാറ് വാങ്ങിച്ചത് കൊണ്ടല്ല, ഞാൻ സ്തോത്രം പറയുന്നത് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടല്ല. രക്ഷയ്ക്കായി എന്നെ വിളിച്ചു വേർതിരിച്ച ദൈവത്തെ ഞാൻ സ്തുതിക്കും, ഞാൻ സ്തുതിക്കും. അതല്ലേ ആരാധന. ആരാധന എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും ചിന്തിക്കു കിട്ടിയപ്പോ തോന്നുന്ന ഒരു ആഹ്ലാദമല്ല. ആരാധന എന്തെന്ന് ചോദിച്ചാൽ, ഈ പാപിയായ വ്യക്തിയെ സ്നേഹിപ്പാനായി മനുഷ്യന്റെ വേഷത്തിൽ അവതരിച്ച ദൈവത്തിന്റെ സ്നേഹം, യേശുവിന്റെ ക്രൂശ് മരണം ഓർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതെ ഞാൻ ഇരിക്കും? എന്നെ രക്ഷിച്ച ദൈവത്തെ ഓർക്കുമ്പോ എങ്ങനെ ഞാൻ മൗനമായിരിക്കും? അതല്ലേ ആരാധന. നമ്മളെ എങ്ങനെ ഭൗതികതയുടെ മരച്ചവിട്ടിൽ കൊണ്ട് കെട്ടി, ഭൗതികതയുടെ മരച്ചവിട്ടിൽ കൊണ്ട് കെട്ടിയതിനെ ദൈവം വചനത്താൽ ഇന്ന് രാത്രി അറുത്ത് വിടട്ടെ. ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ ഉള്ളിൽ ദൈവം കൽപ്പിക്കട്ടെ. അധൈര്യപ്പെടുന്നതിന്റെ നടുവിൽ ഉപായങ്ങൾ പ്രയോഗിക്കാതെ വിളിച്ചു പറയണം, ദൈവമാണ് എന്നെ ശുശ്രൂഷയ്ക്കായി ആക്കിയതെങ്കിൽ, ദൈവമാണ് എന്നെ വിശ്വാസ ജീവിതത്തിൽ വിളിച്ചതെങ്കിൽ, നിനക്കത് മറഞ്ഞിരുന്നാലും എനിക്കറിയാം ഞാനിത് എങ്ങോട്ടാ പോകുന്നതെന്ന്. എന്റെ അടുത്ത വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? എന്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും സാരമില്ല, അകത്തെനിക്കൊരു നിക്ഷേപം കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാത്രി ആ നിക്ഷേപമകത്തുള്ളവരൊന്ന് സ്തോത്രം ചെയ്യാമോ? സുവിശേഷത്തിന്റെ പ്രത്യാശയകത്തുള്ളവർ, യേശുവിനെ കാണേണ്ടതുപോലെ കണ്ടിട്ടുള്ളവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ഉള്ളിലാക്കുവാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തല്ലോ. യേശുവിനെ സ്വീകരിക്കാൻ നമുക്ക് കൃപ നൽകിയല്ലോ. പ്രത്യാശ ഇല്ലാതിരുന്ന നമുക്ക് പ്രത്യാശ ലഭിച്ചല്ലോ. പാപത്തിലും അകൃത്യങ്ങളിലും മരിച്ചവരായ നമ്മളെ അവൻ ഉയർപ്പിച്ചല്ലോ. ഈ ദൈവത്തിന്റെ കൃപയ്ക്കായ നമ്മൾ സ്തോത്രം ചെയ്യേണ്ടത് നന്ദിയുള്ള ഹൃദയത്തോടെ. ചിലപ്പോഴേ നമ്മൾ ഈ സ്തുതിക്കുന്നതൊന്നും അപ്പുറത്തിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഇതേ പറയാനൊക്കത്തുള്ളൂ, എന്റെ സ്തുതി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ മാറിയിരിക്കുക, ഇത് നിങ്ങൾക്ക് മറഞ്ഞിരിക്കുക. പക്ഷെ ഇന്ന് വിശുദ്ധന്മാരുടെ നടുവിൽ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയെങ്കിൽ, എന്നെ ഇവിടെ നിർത്തിയത് മനുഷ്യന്റെ ബലമല്ല. നിങ്ങളുടെ മുമ്പിൽ ഈ വചനവുമായി എന്നെ നിർത്തിയത് ദൈവത്തിന്റെ ഒരു നിയോഗമാ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇത് കരുണയാ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് മൗനമായി ഇരുപ്പാൻ കഴിയുകയില്ല. ഇത് ദൈവത്തിന്റെ നിയോഗമാണ്. ഇത്
ദൈവത്തിന്റെ രാത്രിയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയെ തിരിച്ചറിയുവാനായി, പ്രത്യാശയെ ഉണർത്തുവാനായി ദൈവമായിട്ട് വിളിച്ചു വരുത്തിയ രാത്രിയാണിത്. അധൈര്യപ്പെട്ടു പോയി ഉപായത്താൽ പിടിക്കപ്പെടാതെ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അത് അവന് മറഞ്ഞിരിക്കുന്നതാ, നിനക്കിത് മറയരുത്. മറഞ്ഞിരിക്കുന്നവന് വേണ്ടി വെളിപ്പെട്ട് കിട്ടിയ സത്യം നീ പറയാതിരിക്കരുത്. ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാൻ പോവുക കേട്ടോ. നമ്മുടെയൊക്കെ ചർച്ചിൽ പലർക്കും എന്ന് പറയുമ്പോൾ ശതമാനമൊന്നും ഞാൻ പറയുന്നില്ല, ചർച്ചിൽ ഇരിക്കുന്നവർ തന്നെ പലരും ഈ 3-ാം വാക്യത്തിന്റെ ആളുകളാണ്. ഇവർക്കിത് മറഞ്ഞിരിക്കുക. പക്ഷെ ആൾക്ക് ശുശ്രൂഷകന് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് ദർശനം, നിത്യത, പുതിയ നിയമം, രൂപാന്തരം. ഈ മറഞ്ഞിരിക്കുന്ന കുറച്ചു പേർക്ക് വേണ്ടി ശുശ്രൂഷയെ വിൽക്കരുത്. മറഞ്ഞിരിക്കുന്ന കുറച്ചു പേർക്ക് വേണ്ടി ആ ദൂതിനെ മാറ്റരുത്. എന്താണോ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ഏൽപ്പിച്ചത്, ആളിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മുഖം നോക്കാതെ ആ ദൂതിനെ വിളിച്ചു പറയുമ്പോ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കേണ്ടടുത്ത് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും. കല്ലുപോലുള്ള ഹൃദയങ്ങളെ മാംസമുള്ളതാക്കി തീർക്കുന്ന സുവിശേഷത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കാം. മനുഷ്യന് ശുശ്രൂഷ ചെയ്യുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മനുഷ്യന് ഹല്ലേലൂയ പാടാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഉന്നതനായ ദൈവത്തിന് നമുക്ക് ശുശ്രൂഷ ചെയ്യാം, ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇനി കുറിവാക്യം മനസ്സിലാക്കാൻ എളുപ്പ. എതിർക്കപ്പെട്ട പൗലോസ് അധൈര്യത്തിന്റെ നടുവിൽ പറയുന്നു, എന്നെ കിട്ടത്തില്ല വേറൊരു സന്ദേശം പറയാൻ, എന്നെ കിട്ടത്തില്ല വെള്ളം ചേർക്കാൻ. എന്റെ സുവിശേഷം, ഞങ്ങളുടെ സുവിശേഷം, നിത്യതയുടെ സുവിശേഷം, യേശുവിന്റെ സുവിശേഷം മറഞ്ഞിരിക്കുന്നെങ്കിൽ സഹോദര നീ മാനസാന്തരപ്പെടണം, ഞാൻ മാറ്റത്തില്ല. എന്നിട്ട് 4-ാമത്തെ വാക്യത്തിൽ പറയുക, എന്താ ഈ സുവിശേഷം? ഞങ്ങളുടെ സുവിശേഷം എന്ന് 3-ാം വാക്യത്തിൽ പറഞ്ഞില്ലേ? എന്താ പ്രിയ ദൈവമക്കളെ സുവിശേഷം? ഇത് സാമ്പത്തിക നന്മയുടെ കാര്യമാണോ? ഇത് വീട് പുതുക്കി പണിയുന്നതാണോ? സുവിശേഷം തുടങ്ങുന്നത് എന്തിനെ കുറിച്ച് പറഞ്ഞാന്നറിയാമോ? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ ആ 2 വാക്ക് പൗലോസ് 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിൽ ഈ വാക്യം മനസ്സിലാക്കാൻ അത് എളുപ്പമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ദൈവപ്രതിമയായ ക്രിസ്തുവെന്ന് പൗലോസ് പറയുന്നത് എളുപ്പമായ കാര്യമാണോ? എങ്ങനെയാ പൗലോസെ ക്രിസ്തുവിനെ താങ്കൾ കണ്ടുകൊണ്ടിരുന്നത്? 2 കൊരിന്ത്യർ 5:16 പറയുന്നു, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ക്രിസ്തുവിനെ ആരായിട്ടാ പൗലോസെ അറിഞ്ഞത്? ഞങ്ങൾ ഓർത്തു ഈ ക്രിസ്ത്യാനികൾ, ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, ഒരു മെസ്സിയാനിക് പ്രിറ്റൻഡർ, മെസ്സിഹ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, ദൈവത്തിനെതിരെ കള്ളസാക്ഷ്യം പറയുന്ന, താൻ ദൈവമെന്ന് ക്ലെയിം ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയായി പൗലോസ് മനസ്സിലാക്കി. എന്നാൽ എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞപ്പോ, അപ്പോസ്തലപ്രവൃത്തി 9 അഭിമുഖമായി ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടായപ്പോ പൗലോസ് പറയുക, എന്റെ സുവിശേഷം എന്താണെന്നറിയാമോ? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. ക്രിസ്തു കേവലം വ്യക്തിയായി അല്ല ഇപ്പോ കാണുന്നത്, കേവലം അത്ഭുതക്കാരനായിട്ടല്ല ഇപ്പോ കാണുന്നത്, കുറച്ചു പേർക്ക് വിടുതൽ കൊടുക്കുന്ന ആളായിട്ടല്ല കാണുന്നത്. ഇത് സാക്ഷാൽ ദൈവപ്രതിമയായ ക്രിസ്തുവാണ്. ഇതല്ലേ കൊലോസ് ലേഖനം 1:18 മുതലുള്ള വാക്യങ്ങളിൽ താൻ പറയുന്നത്. 15 മുതലുള്ള വാക്യങ്ങളിൽ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ഞാൻ ചോദിക്കട്ടെ,
എന്തുവാ സുവിശേഷം? ദൈവപ്രതിമയായ ക്രിസ്തുവാണ് ഈ സുവിശേഷത്തിന്റെ കോണ്ടന്റ്. സുവിശേഷം എന്ന് പറയുന്നത് ജോയ്ക്ക് എന്തോ കിട്ടുന്നു എന്നുള്ളതല്ല, ജോയ് എവിടെ പോകുന്നു അതൊന്നും അല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് പാപികൾക്ക് പരിഹാരം വരുത്തുവാൻ ആട്ടുകൊറ്റന്മാരുടെ രക്തങ്ങൾക്ക് കഴിയാതിരിക്കെ ഇതാ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു ദൈവത്തിന്റെ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി യോഹന്നാൻ എഴുതി, ഇത് മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന്റെ കൂടാരം, ഞാൻ തന്നെ ജീവന്റെ അപ്പമെന്നും ഞാൻ തന്നെ വെളിച്ചമെന്നും ഞാൻ തന്നെ നല്ല ഇടയനെന്നും ഞാൻ തന്നെ വാതിലെന്നും ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമെന്നും ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്നും പറഞ്ഞ ദൈവത്തിന്റെ പ്രതിമയായ സർവ്വലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന യേശുവിനെ ആരാധിപ്പാനായി നമുക്ക് അവസരം കിട്ടിയില്ലേ? അതാ സുവിശേഷത്തിന്റെ സത്ത്. സുവിശേഷം യേശുവിനെ കണ്ടോണ്ട് വേണം തുടങ്ങാൻ. യേശുവിനെ കാണാൻ യേശുവിനെ വിവരിക്കണം. പക്ഷെ ഇന്ന് യേശുവിനെ അല്ല പലപ്പോഴും നമ്മൾ കേൾക്കുന്ന. ആരെയാ കേൾക്കുന്നതെന്ന് അറിയാമോ? യോസഫ് പൊട്ടക്കിണറ്റിൽ വീണായിരുന്നു, നല്ല സ്വപ്നം ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രിയായി. ഏലിയാവിനെ കുറിച്ച് കേൾക്കും, എലീശായെ കുറിച്ച് കേൾക്കും, യോസഫിനെ കുറിച്ച് കേൾക്കും, അബ്രഹാമിനെ കുറിച്ച് കേൾക്കും, ദാവീദിനെ കുറിച്ച് കേൾക്കും. കേൾക്കാത്ത ഒരാളുണ്ടെങ്കിൽ യേശു എനിക്ക് പകരമായി മരിച്ചു, എന്റെ പാപം അവന്റെ മേലായി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് വേണ്ടി അവൻ പാപമാക്കി. ഈ യേശുവിന്റെ ആത്മമണവാളനായി എന്റെ അധരം തുറന്ന് എന്റെ ജീവിതത്തിന്റെ കർത്താവായി മാറുമ്പോ അതാ സുവിശേഷത്തിന്റെ സത്ത് എന്ന് പറയുന്നത്. ഇത് യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ഇത് യേശുവുമായി ബന്ധത്തിലാകുന്ന സുവിശേഷമാണ്. യേശുവിലൂടെ നിത്യത ഉറപ്പാക്കുന്ന സുവിശേഷമാണ്. ഇത് യേശുവിന്റെ രക്തത്താൽ പാപങ്ങൾ കഴുകുന്ന സുവിശേഷം. ദൈവപ്രതിമയായ യേശുവിന്റെ തേജസ്സുള്ള സുവിശേഷം. ഈ ദൈവപ്രതിമയായ യേശുവിന്റെ തേജസ്സുള്ള സുവിശേഷം ഒന്ന് മാറ്റു കുറയ്ക്കാമോന്നായി ചോദിക്കുന്ന ആൾക്കാര്. സഭയെ പറയുന്നില്ലേ, പോരാ പാസ്റ്ററെ പ്രസംഗം. ആരെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടമല്ല? ദൈവപ്രതിമയായ യേശുവിന്റെ തേജസ്സുള്ള സുവിശേഷം അനേകർക്കും മറഞ്ഞിരിക്കുകയാണ്. ഇന്ന് കേൾക്കേണ്ടതല്ലേ എന്നെ കുറിച്ചാ? എനിക്കെന്തോ കിട്ടും, എവിടെ ഞാൻ പോകും? പൗലോസ് പറയുക, ഈ സുവിശേഷം നിനക്ക് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കണം, നിന്റെ കണ്ണ് തുറക്കുമ്പോ. കാരണം ഈ ദൈവത്തിന്റെ പ്രതിമയായ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം കാണാതിരിക്കാൻ വേണ്ടി മറഞ്ഞിരിക്കാൻ ഒരു കാരണമുണ്ട്. അതെന്താ കാരണം? ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുക. 3:15 എഴുതിയിട്ടുണ്ട്, യഹൂദന്മാർക്ക് അവരുടെ കണ്ണ് കുരുടായിരിക്കുവാൻ ന്യായപ്രമാണം വായിക്കുമ്പോൾ യേശുവിനെ അവർക്ക് കാണാൻ ഒക്കുന്നില്ല. യഹൂദന്മാരുടെ കണ്ണ്, മനസ്സിന് ഒരു വെയിലുണ്ടെന്നാ പറയുന്നത്, മൂടുപടം. യഹൂദന്മാർക്ക് മൂടുപടം. ന്യായപ്രമാണത്തിലൂടെയും പ്രവാചകന്മാരിലൂടെയും യേശുവിനെ കാണാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷെ 4-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുക, ഈ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം അനേകർക്കും മറയാൻ കാര്യം ഇതൊരു ആത്മീക യുദ്ധമാണ്. പലരും സഭാ ഹാളിൽ വന്നിരുന്ന് ഉറങ്ങാൻ കാര്യം എന്താണെന്നറിയാമോ? നിത്യതയുടെ സുവിശേഷം വിളമ്പുന്ന സമയത്ത് അതിൽ സന്തോഷിക്കാൻ ഒക്കാതെ ഇങ്ങനെ അലസമായി കോട്ടുവായിട്ടിടാൻ കാര്യം എന്താണെന്നറിയാമോ? ഇതുവരെ മനസ്സിൽ തുറന്ന് മനസ്സിലായിട്ടില്ല. വൈഫ് പോയത് കൊണ്ട് ഹസ്ബൻഡ് കൂടി ഇങ്ങ് ഇറങ്ങിയതാ. വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകാതെ അങ്ങ് സ്നാനപ്പെട്ടതാ. അല്ലെ 14ഉം 15ഉം വയസ്സുള്ളപ്പോ പപ്പായും മമ്മിയും ചോദിക്കും, മോനെ സ്നാനപ്പെടുന്നില്ലേ. അവസാനം ഇതൊന്നും അറിയാതെ ഈ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ഒന്നും അറിയാതെ ചുമ്മാ വെള്ളത്തിലിറങ്ങി പൊങ്ങിയതാ പലരും. അതുകൊണ്ടാ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ സത്യസുവിശേഷം, ശോഭയുള്ള സുവിശേഷം കേൾക്കുമ്പോ ഉള്ളിലൊന്നും തൊടാത്തതിന്റെ കാര്യം ഇതൊരു വെളിപ്പാടായി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല.
നമ്മുടെ സമൂഹത്തിൽ അനേകരുണ്ട് ദൈവമക്കളെ. പലർക്കും ഇത് വെളിപ്പാടായി മനസ്സിലായിട്ടില്ല. എന്തിന് യേശു വന്നുവെന്ന് പലർക്കും വ്യക്തതയില്ല. അതിന്റെ നടുവിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം ഈ കുരുട്ട് കണ്ണ് തുറന്ന് നിത്യത മനസ്സിലാക്കാൻ ഒക്കുന്നതും ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം മനസ്സിലാക്കാൻ ഒക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അനുഭവം കിട്ടിയവരുണ്ടെങ്കിൽ അതിലൊട്ടും പുറമോട്ട് പോകരുത്. 25 വർഷം മുമ്പ് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ഹൃദയത്തിലോട്ട് കയറിയപ്പം ഉണ്ടായ സന്തോഷത്തിൽ പുറമോട്ട് പോകരുത്. അനുദിനം അതിൽ വളർന്ന് ഹല്ലേലൂയയുടെ ശബ്ദം കുറയണ്ട, അത് കൂടട്ടെ. ആ വെളിപ്പാടിൽ ഒരു വർധനവുണ്ടാകട്ടെ. എന്റെ യേശുവിനോടുള്ള സ്നേഹം കൂടട്ടെ. ആത്മമണവളാലിനോടുള്ള സ്നേഹം കൂടുന്നതല്ലേ ക്രിസ്തീയ ജീവിതം. പലർക്കും ഇത് മറഞ്ഞു വന്നു. ഒരിക്കൽ ഹല്ലേലൂയ പറഞ്ഞവരും ഇപ്പൊ ഇരിക്കുക. കാരണം ഇത് ക്ലിക്കാകുന്നില്ല മനസ്സിൽ. നോക്കിക്കേ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. ഇതെന്തോ ഈ വാക്കിന്റെ അർത്ഥം? തേജസ്സുള്ള സുവിശേഷം. തേജസ്സുള്ള സുവിശേഷം എന്ന് പറഞ്ഞാലേ 2 കൊരിന്ത്യർ 11:3 പറയുന്ന മറ്റൊരു സുവിശേഷത്തിന് തേജസ് ഇല്ല. അത് ഈ ലോകത്തിലെ കാര്യങ്ങളാണ്. കള്ളന്മാർ മോഷ്ടിച്ചോണ്ട് പോകുന്നതും തുരുമ്പരിക്കുന്നതുമായ ഈ ലോകത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ കൂട്ടിവെക്കരുതെന്ന് യേശു പറഞ്ഞെങ്കിൽ, ആ യേശു എന്തോ ആണോ കൂട്ടിവെക്കരുതെന്ന് പറയുന്നത്, അത് നിനക്ക് ഇനിയും കൂടുമെന്ന് പറയുന്നതാണ് പലരുടെയും സുവിശേഷം. എവിടോട്ട് നിന്റെ ഹൃദയം ആകരുത്, സൂക്ഷിച്ചോണം, ഉപായം ശ്രദ്ധിച്ചോണം. അതിലേക്കായി ഇന്ന് പലരും തള്ളിയിടുന്നത്. ശോഭയുള്ള തേജസ്സുള്ള സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കൊലോസ്യ ലേഖനം 1:3 മുതൽ എഴുതി വെച്ചിട്ടുണ്ട്. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന സുവിശേഷം. എന്താ സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് സാമൂഹിക സാമ്പത്തിക ഉന്നമനമല്ല. സുവിശേഷം എന്ന് പറയുന്നത് പ്രത്യാശ ഇല്ലാത്തവർക്ക് നിത്യതയുടെ പ്രത്യാശ കിട്ടി. സുവിശേഷം എന്ന് പറയുന്നത് എനിക്ക് രോഗം വരത്തില്ല എന്ന് പറയുന്നതല്ല, ഞാൻ മരിക്കത്തില്ല എന്ന് പറയുന്നതല്ല. എന്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോ ഞാനും തേജസ്സിൽ അവനോടുകൂടെ വെളിപ്പെടുമെന്ന് പറയുന്നതാണ് തേജസ്സിന്റെ സുവിശേഷം. ഇന്ന് രാത്രി തേജസ്സിന്റെ സുവിശേഷം ദൈവപ്രതിമയായ ക്രിസ്തുവിലൂടെ ലഭിച്ചവർ ഇരിക്കുന്നിടങ്ങളിൽ കൈകളെ ഉയർത്തി തേജസ്സുള്ള ഈ സുവിശേഷത്തിനായി ഒന്ന് സ്തോത്രം ചെയ്യാം. എന്താ പ്രിയ ദൈവമക്കളെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ശ്രേഷ്ഠതയായിട്ടുള്ളത് എന്താ? അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ അധൈര്യപ്പെട്ടു പോകുന്ന സാഹചര്യം നമുക്കും വരും, ലോകമനുഷ്യനും വരും. കൊറോണ വൈറസ് വന്ന സമയത്ത് ചിലർ പറഞ്ഞത് വിശ്വാസിക്ക് വരത്തില്ല. സങ്കീർത്തനം 91 വായിച്ചാൽ മതി, നമുക്ക് വരത്തില്ല. വന്നോ? സുവിശേഷം എന്ന് പറയുന്നത് ദൈവപ്രതിമയായ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് രോഗം വരത്തില്ല എന്നുള്ളതല്ല, ജോലി പോത്തില്ല എന്നുള്ളതല്ല. തിന്മകൾ വരാം, പ്രതീക്ഷിക്കാത്തതുപോലെയുള്ള വേദനകൾ വരാം. യാക്കോബിന്റെ ഭാഷയെ പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പരിശോധനകൾ വരാം, അഗ്നിശോധന പോലുള്ള അനുഭവം വരാം. അതിന്റെ നടുവിൽ അധൈര്യപ്പെടാതെ, ഉപായങ്ങളൊന്നും പ്രയോഗിക്കാതെ, സുവിശേഷം മറഞ്ഞു പോകാതെ ഉൾക്കണ്ണ് തുറന്നു കാണണം. ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയല്ല, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ഞാൻ കാണുന്നു. എന്റെ പ്രതികൂലത്തിന്റെ നടുവിലും ഞാൻ കാണുന്നു തേജസ്സുള്ള സുവിശേഷം. അതുകൊണ്ടല്ലേ ഭക്തന്മാർ പാടിയത്, കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യ ശോഭ കാണും, പരപരമേശ വരമരുളീശ നീയത്രയൻ രക്ഷാസ്ഥാനം. ജയം ലഭിക്കും. എന്തിന്റെ ജയം? ഈ ലോകമെല്ലാം മറിഞ്ഞു പോകുന്ന സാഹചര്യം വന്നാലും,
4:1 പറയുന്നത് പോലെ 4:16 പിന്നെയും പറയുന്നു. നോക്കിയേ, 4:16 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതുകൊണ്ട് നോക്കിയേ, 4:16, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ. ആ 4-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അകമേയുള്ളവൻ എങ്ങനെ നാൾക്ക് നാൾ ഈ പുതുക്കം പ്രാപിക്കുന്നത്? അകമേയുള്ളവനിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയും അകത്ത് വസിക്കാൻ വന്ന എഫേസ്യ ലേഖനം 3 ഭാഷയെ പറഞ്ഞാൽ വിശ്വാസത്താൽ യേശു എന്റെ ഉള്ളിൽ വസിക്കുന്നു. ആത്മാവിനെ പാനം ചെയ്യുന്നവർ ക്രിസ്തുവിനെ ഹൃദയത്തിലാക്കി ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് മരുഭൂമി യാത്രയിൽ അവർ സ്തോത്രം പറഞ്ഞു പോവുക. പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കും, അതിനകത്തും ഉപായം പ്രയോഗിക്കാതെ വശീകരണത്തിൽ വീണു പോകാതെ അനേകർക്ക് സുവിശേഷം മറഞ്ഞിരിക്കുമ്പോഴും അവർ വിളിച്ചു പറയും, ICUയിൽ കിടന്നും വിളിച്ചു പറയും, എനിക്ക് കാണാം ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ഞാൻ കാണുന്നു. എന്റെ ഉൾക്കണ്ണിനെ തുറന്ന ദൈവമുണ്ട്. ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കിയപ്പോ, നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വമായപ്പോ എനിക്കത് ദൈവശക്തിയായി മാറി. അതാ സുവിശേഷം. നമ്മുടെ സഭകളെല്ലാം ഈ സുവിശേഷമാണ് ലോകത്തിന് മുമ്പിൽ പറയേണ്ടത്. ലോകത്തിന് മുമ്പിൽ പറയേണ്ടത് ബാബാ നല്ല ജീവിതം കിട്ടുമെന്നല്ല, നല്ലൊരു നാളെ നിനക്ക് കിട്ടും. ഈ ദേശം നന്നാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ട് കഴിയത്തില്ല. എത്രമാത്രം അധ്വാനിച്ചാലും എത്രമാത്രം സ്വരുക്കൂട്ടി വെച്ചാലും ഇതെല്ലാം വിട്ട് കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നമ്മൾ പോയാലേ ഒക്കത്തുള്ളൂ. ഇവിടം വിട്ട് പോകുന്ന സമയത്ത് പ്രത്യാശ ഇല്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതെ പ്രത്യാശയോടെ ഇമ്പങ്ങളുടെ പറുദീസ മുമ്പിൽ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമെന്നുള്ള വലിയ പ്രത്യാശ സുവിശേഷത്താൽ ലഭിച്ചുവെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ ചിലരുടെ മാതാപിതാക്കളെ നമുക്ക് നഷ്ടപ്പെട്ടപ്പോ അതിന്റെ നടുവിൽ ആ ശവശരീരത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞില്ലേ, കർത്താവ് തൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടു കൂടി ഇറങ്ങി വരുമ്പോ എന്താ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രത്യേകത? മരിക്കത്തില്ല എന്നുള്ളതല്ല, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യാശ ഈ നാടിന് കൊടുക്കണം. ഈ സുവിശേഷം സർവ മനുഷ്യർക്കും ഈ സുവിശേഷം ആവശ്യമാണ്. ധനികർക്ക് ഈ സുവിശേഷം ആവശ്യമാണ്, പാവങ്ങൾക്ക് ഈ സുവിശേഷം ആവശ്യമാണ്, വിദ്യാഭ്യാസമുള്ളവർ ഈ സുവിശേഷം ആവശ്യമാണ്. ഈ തേജസ്സുള്ള സുവിശേഷത്തിലേക്ക് ഒരു സമൂഹത്തെ നമുക്ക് വിളിക്കണം. അതിനുവേണ്ടിയേ അത്യന്ത ശക്തി നമ്മളിൽ ദൈവം പകരും. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തയ്യാറാകണം. ഇത് തെറ്റുപറ്റാതെ ദൈവം നമ്മളോട് അറിയിച്ച ദൂതാണെങ്കിൽ അധൈര്യപ്പെടുത്തുന്ന സാഹചര്യത്തിന്റെ നടുവിൽ സ്ട്രാറ്റജി മാറിപ്പിടിക്കേണ്ട. ക്രൂശിതനായ യേശുവിനെ ശോഭയുള്ള തേജസ്സുള്ള സുവിശേഷത്തെ ഉയർത്തിയാൽ ഈ സുവിശേഷം ഒരു ചുറ്റിക പോലെ ചില ഹൃദയങ്ങളിൽ വാദിക്കുവാൻ പോവുകയാണ് അടുത്ത ദിവസങ്ങളിൽ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്ട്രാറ്റജി ഒന്നും മാറ്റണ്ട. ഫ്ലെക്സിനകത്തോ കളർ പ്രിന്റിനകത്തോ അല്ല ആൾക്കാരിലേക്ക് സ്വാധീനം വരാൻ പോകുന്നത്. നിങ്ങളുടെ മുട്ടിന്മേലുള്ള പ്രാർത്ഥനയിൽ പായിട്ട് പ്രാർത്ഥിച്ച് നിർമ്മല സുവിശേഷം അങ്ങോട്ട് വിളിച്ചു പറയാൻ തയ്യാറാകുമ്പോ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ സഭകളുടെ അന്തരീക്ഷത്തിൽ ഒരു നവ ചൈതന്യം ദൈവം അയക്കാൻ പോവുകയാണ്. നമ്മൾ അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ നിങ്ങള് മാസങ്ങളായിട്ട് വർഷങ്ങളായി പ്രാർത്ഥിച്ച് മാറ്റിവെച്ച പ്രാർത്ഥനാ വിഷയമായിരിക്കാം. ഈ തേജസ്സുള്ള സുവിശേഷം ആ വ്യക്തിയിലേക്ക്, ആ കുടുംബത്തിലേക്ക് ഈ പ്രത്യേക യോഗങ്ങൾ നിമിത്തം നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഞങ്ങളുടെ സഭകളിൽ പുതിയ ആത്മാക്കളെ ഞങ്ങൾക്ക് വേണം.
ഞങ്ങൾക്ക് ഉപയോഗം പ്രയോഗിക്കാൻ അറിയത്തില്ല, അറിയുന്നുമില്ല. സുവിശേഷം മറഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിൽ അഭിഷേകത്തോടെ ഞങ്ങളെ അയക്കണമേ. ഞങ്ങളെ അത്ഭുതത്തിന്റെ ഉപകരണങ്ങളാക്കി തീർക്കണമേ. ഞങ്ങളുടെ അധരങ്ങളിൽ അഭിഷേകം വ്യാപരിക്കട്ടെ. തേജസ്സുള്ള സുവിശേഷം പറയാൻ ആത്മനിയോഗം ഞങ്ങൾക്ക് ആവശ്യമാ. നമ്മുടെ ബലഹീന കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോ ദൈവം രോഗികളെ സൗഖ്യമാക്കട്ടെ. അങ്ങനെ ദൈവസഭകളിൽ ഒരു വലിയ ഉണർവ് ദൈവം അയക്കാൻ പോവുകയാണ്. ഇന്ന് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറുള്ള എല്ലാവരും അതാത് സ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. തേജസ്സിൻ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ, അതൻ ആശയെ, അതൻ ആനന്ദമേ, അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. ആ പാട്ടിന്റെ വരികൾ നമ്മൾ ചേർന്നൊന്ന് പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. എന്നാൽ അതിനു മുമ്പ് അധൈര്യപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ, സുവിശേഷ വേലയിലായിരിക്കാം, വിശ്വാസ ജീവിതത്തിലായിരിക്കാം, സാഹചര്യങ്ങളുടെ കുത്തൊഴുക്കിൽ അധൈര്യപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ സംശയിച്ചു പോകാതെ, ഉപായം പ്രയോഗിക്കാതെ, വചനത്തോട് കൂട്ടാതെ, നിർമ്മലതയിൽ എനിക്ക് നിൽക്കണം എന്ന് സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? ഇതിനകത്ത് കരങ്ങളൊന്ന് കാണിക്കാമോ? ഒരു സാഹചര്യത്തിലും യേശുവിനെ തള്ളിപ്പറയുന്ന ഒരു അനുഭവം വരാതെ, വചനത്തോട് കൂട്ടുന്ന ഒരു അനുഭവം വരാതെ, ദൈവമേ ഇതൊരു ആത്മീക യുദ്ധമായെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അനേകരുടെ മനസ്സിനെ ഈ ലോകത്തിന്റെ പ്രഭു കുരുടാക്കി വെക്കുമ്പോ ഞാൻ സുവിശേഷവുമായിട്ട് കടന്നു വരുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം കുരുട്ട് കണ്ണിനെ തുറക്കണമേ. അതിനായി എന്നെ ഉപയോഗിക്കണമേ, എന്റെ തലമുറകളെ ഉപയോഗിക്കണമേ, എന്റെ സഭയെ ഉപയോഗിക്കണമേ. ഈ പ്രത്യാശയുള്ളവർ, ഈ ആഗ്രഹമുള്ളവർ കുറച്ച് സമയം കരങ്ങളെ അടിച്ചൊന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? എന്റെ മേൽ ഈ അളവറ്റ ശക്തിയെ ഒന്ന് അയക്കണമേ. കുരുട്ട് കണ്ണിനെ തുറക്കുവാനുള്ള അഭിഷേകം എന്നിൽ പകരണമേ. തേജസ്സുള്ള സുവിശേഷം അതിന്റെ ശക്തിയോടെ എന്നിൽ വെളിപ്പെടുവാൻ തേജസ്സുള്ള സുവിശേഷം ശോഭയോടെ എന്നിൽ ഒന്ന് വെളിപ്പെടുവാൻ, ആ തേജസ്സുള്ള സുവിശേഷത്തിന്റെ ശക്തി ഒന്ന് തിരിച്ചറിയുവാൻ, ഈ ലോകത്തിന്റെ പ്രഭുവിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുവാൻ, ഉപായം പ്രയോഗിക്കാതെ, വചനത്തോട് കൂട്ടാതെ, നിർമ്മല മനസ്സാക്ഷിയോടെ, നിഷ്കളങ്കതയോടെ ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി വിശ്വാസത്തിന്റെ പോരാട്ടം കഴിപ്പാനായി എന്നെ ഒരുക്കണമേ. എന്റെ തലമുറയെ ഒരുക്കണമേ. ഒരു കുളമ്പ് പോലും നഷ്ടപ്പെടാതെ എന്റെ സഭയെ ഉപയോഗിക്കണമേ. പിന്മാറ്റക്കാരുടെ ഹൃദയങ്ങളെ ദൈവം ഇന്ന് രാത്രി സ്പർശിക്കട്ടെ. സഹോദര, ഈ പ്രത്യാശ നിന്റെ ഉള്ളിനെ ഒന്ന് തുടട്ട്. പെന്തിക്കോസ് എന്ന് പറയുന്ന ഒരു മതമല്ല, പെന്തിക്കോസ് എന്ന് പറയുന്ന ഒരു കൂടിവരവ് മാത്രമല്ല. ഇത് ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ തൊടുന്ന ഒരു അനുഭവമാണ്. ഈ ജീവനുള്ള പ്രത്യാശയിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. പ്രത്യാശയോടെ കരങ്ങളെ അടിച്ച് ഈ ഗാനത്തിന്റെ വരികൾ പാടി നമുക്ക് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാം. നിത്യതയുടെ കാഴ്ചപ്പാട് വർദ്ധിക്കട്ടെ, പ്രത്യാശ ഉണരട്ടെ, സത്യസുവിശേഷത്തിൽ ബലപ്പെടാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും ഇന്ന് രാത്രി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.